ഓക്കെ യെസ് അടിപൊളിയല്ലേ ഓക്കെ അല്ലേ അപ്പോൾ ഇന്ന് എന്താണ് ഫെബ്രുവരി 21 വെള്ളിയാഴ്ചയാണ് അല്ലേ പിന്നെ നമുക്ക് 2-3 ദിവസം കൂടെ ക്ലാസ് ഉള്ളൂ ക്ലാസ് 2 ദിവസമല്ല നാളെയും കൂടി ക്ലാസ് നമുക്കുള്ളൂ നാളെ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഡാറ്റ പിക്ചേഴ്സ് അത് ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് നമുക്ക് ഒരൊറ്റ ദിവസത്തെ ആവശ്യമുള്ളൂ ഓക്കെ ചെറിയ ചാപ്റ്റർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററും കൂടിയാണ് അല്ലേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഡാറ്റ പിക്ചേഴ്സ് യെസ് ഗുഡ് മോർണിംഗ് സാറ്റർഡേ മോർണിംഗ് ക്ലാസ് ഉണ്ടോ മിക്കവാറും വൈകിട്ടായിരിക്കും മോർണിംഗ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് അത് ഇൻഫോം ചെയ്യൂ കേട്ടോ സാറ്റർഡേ ആയതുകൊണ്ട് മോർണിംഗ് ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം യെസ് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യൂ കേട്ടോ നമ്മളപ്പോൾ ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലെസ് ആൻഡ് മോർ പെർസെൻറ്റേജ് കൂടുന്നതും പെർസെൻറ്റേജ് കുറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത് 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിരുന്നു രാവിലെ ക്ലാസ് ആയതുകൊണ്ട് ചിലപ്പോൾ കുറേ പേരൊന്നും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവില്ല വൈകിട്ടായിരുന്നെങ്കിൽ ചെയ്തിട്ട് വന്നേനെ ചെയ്തോ ഹോംവർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തവരാരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഒന്ന് ടാറ്റ തന്നി യെസ് കുറച്ച് പേര് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിരുന്നു ആൻസർ കിട്ടുന്നത് എത്രയാണോ ഒന്ന് കൈകൊണ്ട് കാണിക്കാമോ എല്ലാവരും കിട്ടിയ ആൻസർ ഒന്ന് കൈകൊണ്ട് കാണിക്കാമോ എത്ര ശതമാനം വർധനമാണ് ഉണ്ടായത് യെസ് നാളെയാണല്ലേ നാളെ USS എക്സാം ആണ് ഞാൻ ആ കാര്യം വിട്ടുപോയി അപ്പോൾ എല്ലാവർക്കും USS എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഓക്കെ അപ്പോൾ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക ഓപ്ഷൻസ് ഉള്ള എന്താ പറയുക എക്സാം ആണ് അപ്പോൾ നമ്മൾ നോർമൽ എക്സാം എഴുതുന്ന പോലെയല്ല ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻസ് ഉള്ള എക്സാം ആണ് ഏറ്റവും എന്താ പറയുക സൂക്ഷിച്ചും കണ്ടും എഴുതേണ്ട എക്സാം കാരണം എന്താ എല്ലാ ഓപ്ഷൻസും ഒരുപോലെ ഇരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് തോന്നുന്ന ആൻസർ മാത്രം എഴുതി വെക്കുക അല്ലാത്ത പക്ഷം അത് വിട്ടേക്ക് ഓക്കെ മോഡൽ ഉണ്ടെന്ന് പറയാം നാളെ എക്സാം ഓക്കെ USSന്റെ മോഡലാണെന്ന് പറയുന്നത് എന്നാലും മോഡൽ നമ്മൾ യെസ് മോഡലും എന്താ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എന്താ പറയുക എക്സാമിൻ്റെ അതേ പ്രാധാന്യം കൊടുത്ത് തന്നെ മോഡലും അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ചോദിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ട് എഴുതാം കേട്ടോ യെസ് അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഒന്ന് കൈകൊണ്ട് കാണിക്കാമോ കിട്ടിയ ആൻസർ ഒന്ന് കൈകൊണ്ട് കാണിക്കാമോ എല്ലാവരും കിട്ടിയ ആൻസർ യെസ് കിട്ടിയ ആൻസർ ഒന്ന് കൈകൊണ്ട് കാണിക്കാമോ യെസ് 21% വർധനമാണ് നമുക്ക് അതിനകത്ത് ഉണ്ടായെന്ന് പറയാനായിട്ട് സാധിക്കും ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് കാണിക്കാം ഇത് അതായത് ഹൈറ്റും വിട്ടും 10% കൂടിയാൽ ഇൻക്രീസ് ബൈ 10% ഒരു റെക്ടാംഗിളിന്റെ ഇന്നലെ നമ്മൾ പറഞ്ഞത് 10% കുറഞ്ഞ കാര്യമായിരുന്നു ഇതിൽ 10% കൂടിയാൽ എന്ത് വ്യത്യാസമാണ് ഏരിയയിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഏരിയ എത്രത്തോളം കൂടും എന്നുള്ളതായിരുന്നു ചോദ്യം ഓക്കെ 21% ആണ് അതിന്റെ ആൻസർ വരുന്നത് 21% ആണ് ഓക്കെ യെസ് ഓഫ് കോഴ്സ് ഞങ്ങൾ എന്നും നിങ്ങളോടൊപ്പം അല്ലേ സാറേ അതെ അതാരാണ് സാറേ പറഞ്ഞത് യെസ് ഓഫ് കോഴ്സ് ഡാ അപ്പോൾ 21% എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് ക്ലിയർ ഓക്കെ നമുക്ക് നെക്സ്റ്റ് അടുത്ത ഒരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത് എൻ്റെ അവസാനത്തെ ടോപ്പിക് കൂടിയാണ് ഫ്രാക്ഷൻസ് ആൻഡ് പേഴ്സൺസ് എഴുതിക്കുക മക്കളെ ഫ്രാക്ഷൻസ് ആൻഡ് പേഴ്സൺസ് ഭിന്നവും ശതമാനവും എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത് ഈ പെർസെൻറ്റേജ് ഫ്രാക്ഷൻ റെസിപ്രോക്കൽ പിന്നെ ഡെസിമൽ മെത്തേഡ്സ് അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊക്കെ ബേസിക് കോൺസെപ്റ്റുകളാണ് അതായത് നിങ്ങളുടെ എന്താ പറയുക ബേസ് ഉറപ്പിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് ഇതൊക്കെ ഇപ്പോൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്കൊന്നും പഠിക്കൂല നമ്മൾ പിന്നെ അടുത്ത കൊല്ലമൊക്കെ എങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് അങ്ങ് തരും എന്നിട്ട് അങ്ങ് ചെയ്യാൻ പറയും ഓക്കെ കാരണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കൊല്ലങ്ങളിലായിട്ട് പഠിച്ച് വരുന്ന കാര്യങ്ങളാണിത് അങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അടുത്ത 8ാം ക്ലാസ്സിൽ വന്നിരുന്നിട്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ നിങ്ങൾ ഓടിക്കും ഞാൻ തന്നെയായിരിക്കും അവിടെ വന്നത് അപ്പോൾ കുറേ പേര് ആയിരിക്കും മിസ് പോണില്ലെന്ന് ഓക്കെ അപ്പോൾ നോക്കാം നമുക്ക് ഭിന്നവും ശതമാനവും ഫ്രാക്ഷൻസ് ആൻഡ് പേഴ്സൺസ് ക്ലിയർ ഓക്കെ ഹെഡിങ് കൊടുത്തോ എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ മതി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് യെസ് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാനായിട്ടുണ്ട് 2-3 തിയറംസ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള തിയറംസ് ആണ് ആദ്യം പറയുന്നത് എന്താണ് ഇപ്പം ആരും എഴുതണ്ട ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി കേട്ടോ ആരും എഴുതണ്ട ആ പേന എല്ലാവരും ടേബിളും വെച്ചേ എന്നിട്ട് ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ ഫസ്റ്റ് എന്താ മക്കളെ പറയുന്നത് ടു കൺവേർട്ട് എ പാർട്ട് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് to the fractional form 1/100 of that number is to be computed എന്താണ് പറയുന്നത് ഒരു എന്താ പറയാ ടു കൺവേർട്ട് എ പാർട്ട് എക്സ്പ്രസ്ഡ് ആസ് എ പെർസെൻറ്റേജ് നമുക്കൊരു എന്താ പറയാ പാർട്ട് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം അത് എന്ത് ഫോമിലാണ് കിടക്കുന്നത് പെർസെൻറ്റേജ് ഫോമിലാണ് കിടക്കുന്നത് എങ്കിൽ പെർസെൻറ്റേജ് ടു ദ ഫ്രാക്ഷണൽ ഫോം അതിനെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ അതിൻ്റെ 1/100 കണക്കാക്കുന്നു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ വായിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം നമുക്ക് അതിന് എക്സാമ്പിൾ എഴുതണം ഓക്കെ അപ്പോൾ ആദ്യം ഈ തിയറി എഴുതിക്കോ എന്നിട്ട് നമുക്ക് എക്സാമ്പിൾ കൊടുക്കാം അപ്പോൾ ഈ തിയറിയുടെ തൊട്ടടിയിൽ എക്സാമ്പിൾ ഈ തിയറിയുടെ തൊട്ടടിയിൽ എക്സാമ്പിൾ അങ്ങനെ പോവാം അപ്പോൾ ആദ്യം ഈ തിയറി എഴുതിക്കോളൂ ഇംഗ്ലീഷും മലയാളവും കിടക്കുന്നുണ്ട് അപ്പോൾ തിയറി എഴുതിയിട്ട് നമുക്ക് അതിന് എക്സാമ്പിളും കൊടുക്കാം എല്ലാവരും എഴുതിക്കോളൂ എല്ലാവരും എഴുതിയെടുത്തേ
എന്തോ ഒരു ചോദിച്ചല്ലോ സാറേ, എന്തായിരുന്നു അത്? കണ്ടില്ലേ? ആ തീരും ഇന്ന് ഈ ചാപ്റ്റർ തീരും കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ് പെർസെന്റ്സിൽ. To convert a part expressed as a percentage to the fractional form, 1/100 of that number is to be computed. അത് എഴുതിയതിന് ശേഷം നമുക്ക് എക്സാമ്പിൾ എഴുതാം. രണ്ടാമത്തെ എഴുതല്ലേ കേട്ടോ, ഫസ്റ്റത്തെ മാത്രമാണ് എഴുതാൻ പറഞ്ഞത് കേട്ടോ. സാർ എപ്പുറമുള്ളവരൊന്ന് കാണിക്കാമോ? ചായയൊക്കെ കുടിച്ചെല്ലാവരും രാവിലെ? ചായയൊക്കെ കുടിച്ചായിരുന്നോ? ഇല്ല, കുറച്ചു പേർക്ക് കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവന്ന് തരുന്ന പറയുന്നല്ലേ സാറേ? കുറച്ചു പേര് കുടിച്ചിട്ടുണ്ട്. സാറ് ചായ കുടിച്ചായിരുന്നോ? കുടിച്ചു, ഞാനും കുടിച്ചു. ഞാൻ കട്ടൻ ചായ കുടിച്ചു, കാപ്പി കുടിച്ചു. ഓക്കെ, നമുക്ക് തുടങ്ങാം. എഴുതി കഴിഞ്ഞോ? റെഡിയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പറഞ്ഞതിന്റെ എന്താ പറയാ, എങ്ങനെയാണ് നമുക്കിപ്പോൾ തിയറി ഉണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ താഴ്ത്തു കൊടുത്തോളൂ. ഫസ്റ്റ് തിയറിയുടെ അടിയിൽ എക്സാമ്പിൾ. എന്താണ് എക്സാമ്പിൾ? എന്താണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത് എന്നാണ് അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് 12.5% എന്ന് പറഞ്ഞ് നമുക്കൊരു പാർട്ടും തന്നിട്ടുണ്ട്, അതിന്റെ പെർസെന്റേജും തന്നിട്ടുണ്ട് അല്ലെ. ഒരു എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ് അല്ലെ. തന്നിരിക്കുന്ന ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ അല്ലെ. മിക്സ്ഡ് ഫ്രാക്ഷന്റെ പെർസെന്റേജ് 12%. നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത് 12%, 30%, നോർമൽ നമ്പേഴ്സ് ആയിരുന്നു നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത് അല്ലെ. നമ്മൾ ഇങ്ങനെ ഒരു സംഗതി ഇപ്പൊ ഇന്ന് ആദ്യമായിട്ടല്ലേ കാണുന്നേ? ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. നമ്മൾ ഇതുപോലെ മിക്സ്ഡ് ഫ്രാക്ഷനിൽ പെർസെന്റേജ് വരുന്നത് നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെയായിരിക്കും നമ്മൾ മാറ്റുക, ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യുക, 12 എന്ന് പറയുന്ന മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മൾ നോർമൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, അതൊന്ന് ചെയ്തേ. 12 എന്ന് പറയുന്ന ആ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നസംഖ്യയെ നമ്മൾ നോർമൽ എന്താ പറയാ, നോർമലി എഴുതുന്ന പോലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാത്രമാക്കി ഒന്ന് എഴുതിയേ. അറിയില്ലാത്തവരൊന്ന് ശ്രദ്ധിച്ചേ. ആദ്യം 12നെയും 2നെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 12 × 2 ചെയ്യണം. അതിനോട് കൂടെ മുകളിൽ കിടക്കുന്ന 1 ആഡ് ചെയ്യണം. ഡിവൈഡഡ് ബൈ, ഇവിടുത്തെ ഡിനോമിനേറ്ററിന് മാറ്റമില്ല, ഡിനോമിനേറ്റർ 2 തന്നെ ആയിരിക്കും. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ 12ഉം 2ഉം കൂടി കൂട്ടുമ്പോഴോ എന്താ പറയാ, ഗുണിക്കുമ്പോൾ 24 കിട്ടും. 24 + 1 25/2 എന്നാണ് നമുക്ക് കിട്ടുക അല്ലെ. 25/2 നമുക്ക് ആൻസർ കിട്ടും. കിട്ടിയോ? 25/2. 25 മാത്രമല്ല, താഴത്തെ 2 കൂടി ഉണ്ട് കേട്ടോ. 25/2. അപ്പൊ ഇനി എന്താ, 25/2% ആണ് നമുക്ക് അല്ലെ. എന്താണ്, വെറും 25/2 ആണോ? അല്ല, 25/2 ഇവിടുത്തെ പെർസെന്റേജ് താഴത്തേക്ക് ഇറക്കി എഴുതണം കേട്ടോ. 25/2%. ക്ലിയർ? ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകും, ഈ പെർസെന്റേജിനെ മാറ്റി ഇതിനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പോകുക. അല്ലെങ്കിൽ അത് പെർസെന്റേജിനെ നമ്മൾ അതിനകത്ത് നിന്ന് കളയാൻ പോകുന്നു, ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? 25 മറ്റൊരു കളറിൽ ചെയ്യാം. നമുക്ക് ചെയ്യേണ്ടത് 25/2 എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നമ്മളിവിടെ പറഞ്ഞത് 1/100 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കണ്ടോ, ബോക്സിൽ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വട്ടം വരച്ച് വെച്ചിരിക്കുന്നുണ്ടോ? 1/100 വെച്ചിട്ട് ഈ പറയുന്ന ഫ്രാക്ഷനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ 25/2 × 1/100. 1/100 ചെയ്തേ. മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ആൻസർ എത്ര വരും എന്ന് ഒരാൾ പറയണം കേട്ടോ. താഴെ നമുക്ക് കുഴപ്പമില്ല, 2ഉം 100ഉം ആണ്. പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. സാറേ, ലാസ്റ്റ് റോയിൽ അറ്റത്തിരിക്കുന്ന ആള് ആദിശേ, കുറച്ച് ഇറങ്ങിയിരുന്നേ. ഫോണിൽ കളിക്കല്ലേ കൂട്ടാ. അടി അടി. അവനെ തന്നെ വിളിക്കാം. ചെയ്തോ? ആദിശ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുത്തു സാറേ. ഹലോ, ചെയ്തായിരുന്നോ? ഓക്കെ ഓക്കെ, ശരി, ചെയ്തോ ചെയ്തോ, ഫിനിഷ് ചെയ്തോ അത്. ഓക്കെ, അടുത്ത ആൾ വിളിക്കാം. ഇവ പറഞ്ഞോ. 1/8. എടകള്ള, അത് ഞാൻ പറഞ്ഞേനല്ല. 25/200 എന്നാണ് നമുക്ക് ആദ്യം കിട്ടുന്നത് അല്ലെ. 25/200 അല്ലേ ആദ്യം കിട്ടുന്നേ? അത് ആദ്യം കിട്ടിയോ? എന്താണ്
ഓക്കെ ഓക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ശരി ശരി ഫൈൻ ഫൈൻ. ഓക്കെ വെരി ഗുഡ് മിടുക്കി. മ്യൂട്ട് ചെയ്തോളൂ. നമ്മൾ എന്താണ് ആദ്യം പറഞ്ഞത്? 25 into 1 ചെയ്തിട്ടാണ് നമുക്കിവിടെ 25 കിട്ടിയത്. 2 into 100 ചെയ്തിട്ടായിരിക്കും 200 കിട്ടിയത്. കട്ട് ചെയ്ത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചായിരുന്നു. ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യാം? 25/200 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 25ഉം 200ഉം ഒന്നുകൂടി എന്ത് ചെയ്ത് കളയാൻ പറ്റും? കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? 1/8 എന്നാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടേണ്ടത്. എന്താണ്? 1/8 എന്നാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആണോ? 1/8. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആദ്യം കട്ട് ചെയ്യാം അല്ലെ? ഇവിടെ നിന്ന് തന്നെ ആദ്യം കട്ട് ചെയ്യാം. എങ്ങനെയാണ്? 25ഉം 100ഉം 4 ടൈംസ് ആണ് പോവുക. 25ന്റെ നാലാമത്തെ മൾട്ടിപ്പിൾ ആണ് 100 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 4ഉം ഇവിടെ 2 4 into 2 8 ആണ്. അപ്പൊ 1/8 എന്ന് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് കുറച്ചായാലും ഐ മീൻ 25/200 ചെയ്തിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്താലും പ്രശ്നമില്ല. ഓക്കെ ക്ലിയർ ആണോ? 1/8 എഴുതിയോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. 1/8 കിട്ടിയെങ്കിൽ എങ്ങനെയാ 1/8 കിട്ടിയ? 200നെ നമ്മൾ 25 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ 25ന്റെ ടേബിൾ അറിയണം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ അല്ലെങ്കിൽ വീണ്ടും ഇതിനെ ചെറുതാക്കിയിട്ട് ചെയ്യേണ്ടി വരും. 5 വെച്ച് വല്ലതും കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യേണ്ടി വരും. ഓക്കെ ക്ലിയർ ആണോ? 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 25/200നെ 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 25 എത്ര ടൈംസ് ആ 5ന്റെ ടേബിളിൽ? 25 എത്ര ടൈംസ് ആ? 5 ടൈംസ്. ഇനി 20 എത്ര ടൈംസ് ആ? 20 എത്ര ടൈംസ് ആ? 4 ടൈംസ്. ആ 4 ഇട്ട് കൊടുക്കുക, 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഇനി 200 ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത് കേട്ടോ. മനസ്സിലായോ? മൊത്തത്തിൽ 200 എത്ര ടൈംസ് ആണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ 20 മാത്രം കൊടുക്കുക. ആദ്യം 20 മാത്രം കൊടുക്കാം. 24 ടൈംസ് ആണല്ലോ, അത് കഴിഞ്ഞിട്ട് ഈ 0 കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. 5ഉം 40. 5/40 എന്ന് പറയുമ്പോൾ 1/8 അല്ലേ? 8ാമത്തെ മൾട്ടിപ്പിൾ അല്ലേ 5ന്റെ 40 എന്ന് പറയുന്നത്? ക്ലിയർ ആയെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. അങ്ങനെ പല രീതിയിൽ നമുക്ക് 1/8ലേക്ക് എത്താനായിട്ട് സാധിക്കും. ഓക്കെ അപ്പൊ ആദ്യം ഇപ്പോ എന്താണ് 12.5% എന്ന് പറഞ്ഞാൽ 1/8 ആണ് എന്ന് മനസ്സിലാക്കുക. അതായത് ഒരു ക്വസ്റ്റ്യനിൽ 12.5% USS എക്സാമിന് വളരെ ഉപകാരപ്പെടാൻ പോകുന്ന സംഗതിയാണ്. ഒരു ക്വസ്റ്റ്യനിൽ 12.5% കണ്ടുപിടിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മൊത്തം പണി ചെയ്യണോ? വേണ്ട. ആ തന്നിരിക്കുന്ന ഫ്രാക്ഷനെ 1/8 ചെയ്താൽ മതി. അതാണ് നമ്മൾ ഇത് പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം. മനസ്സിലായോ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എഴുതി കഴിഞ്ഞു. ഇത് എല്ലാവരും എഴുതി കഴിഞ്ഞോ? യെസ് നോക്കിക്കേ. 88ന്റെ 12.5% കണ്ടുപിടിക്കാൻ പറയാം. ഒന്ന് കണ്ടുപിടിച്ച എല്ലാവരും. 88ന്റെ 12.5%. അപ്പൊ നമ്മൾ ഇനി മുതൽ എങ്ങനെയാ ചെയ്യാം? 88 into 1/8 എന്നേ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായോ? ക്ലിയർ ആണോ? പ്രണവേ എന്താ കാണില്ലേ? എന്താണ് കാണില്ലെന്നാ? എന്തുപറ്റി? എന്ത് കാണില്ല എന്ന് പറഞ്ഞേ? ബ്രൈറ്റ്നസ് ഇച്ചിരി കൂട്ടിയിട്. ഓക്കെ ഫൈൻ. ഓക്കെ അപ്പൊ എന്താണ്? യെസ് അപ്പൊ 88 കറക്റ്റ് ആണ് ആൻസർ അയച്ചിട്ടുണ്ടായിരുന്നു. ആരോ 88/8 11 ആണ് ആൻസർ കിട്ടേണ്ടത്. 12.5% കണ്ടുപിടിക്കാൻ എവിടെ പറഞ്ഞാലും നമ്മൾ എന്താ ചെയ്യേണ്ടേ? 1/8 ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. 11 നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ഓക്കെ ഇത് നമ്മൾ ചുമ്മാ എക്സാമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കിയതാണ്. ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. മിക്കപ്പോഴും നമുക്ക് പെർസെന്റേജ് എന്നൊക്കെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കുള്ളൂ. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻകം, ഒരാളുടെ ഇൻകം തരും, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരുടെ എണ്ണം തന്നിട്ട് ഇത്ര ശതമാനം എത്രയാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പൊ നമ്മൾ ആദ്യം ഒരാളുടെ കാര്യം പറഞ്ഞു 12.5% അല്ലെ? 12.5% കാണാലോ അല്ലെ? യെസ് 12.5% ക്ലിയർ അല്ലേ മക്കളെ? ബ്ലാക്ക് കുഴപ്പമില്ലല്ലോ, കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ വേണ്ട അല്ലേ, വേറെ കളർ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടായിരിക്കും. യെസ് 12.5% 1/8 ആണെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് 2-3 ഫ്രാക്ഷൻസ് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അടുത്തത് 6 1/4. 6 1/4%. 6 1/4. അപ്പൊ 6 into 4 ചെയ്യുമ്പോൾ എത്രയാ വരണ്ടേ? 24 വരും. പ്ലസ് 1 25. 25/4 വരും. 25/4 into 1/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ അതിനകത്ത് മൊത്തത്തിൽ അവസാനം നമുക്ക് കിട്ടേണ്ടത് 1/16 ആണ്. 1/16. ഇതിനകത്ത് വേറൊരു പരിപാടി കൊണ്ടുണ്ട് മക്കളെ. ഈ 12% എന്ന് പറയുന്നതിന്റെ പകുതിയാണ് 6 1/4. അത് കത്തിയെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. 12ന്റെ പകുതിയാണ് 6.25 എന്ന് പറഞ്ഞാൽ. 12ന്റെ പകുതി 6, അരയുടെ പകുതി 4. കത്തിയം. ഓക്കെ 12ന്റെ പകുതിയാണ് 6.25 എന്ന് പറഞ്ഞാൽ. അപ്പൊ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ 8 ആയിരുന്ന സംഗതി താഴത്ത് ഇരട്ടിയാവണം. ഇവിടെ ഫ്രാക്ഷൻസ് പെർസെന്റേജിന്റെ ഈ ഒരു ഫ്രാക്ഷൻ കുറയുകയാണെങ്കിൽ ഇവിടെ താഴത്തെ ഡിനോമിനേറ്റർ കൂടണം. മനസ്സിലായോ?
പിടികിട്ടിയോ പറഞ്ഞ കാര്യം? യെസ്, അത് ഞാൻ ജസ്റ്റ് അതിനകത്തുള്ളൊരു ലോജിക്ക് പറഞ്ഞതേ ഉള്ളൂ, കുഴപ്പമില്ല, അത് കാണാതെ പഠിച്ചാൽ മതി. 6 1/4%. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമതൊരാളുണ്ട് 33 1/3%. 33 1/3%. ഇദ്ദേഹമാണ് 1/3. ഓക്കെ, 1/3 ഇദ്ദേഹമാണ് കേട്ടോ. ഓക്കെ, 33 1/3%. 1/3 എഴുതി വെച്ചേ. അടുത്ത 66 2/3. 66 2/3. 66 2/3 എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ആളുടെ ഇരട്ടിയാണ്. കത്തിയാം. 33ന്റെ ഇരട്ടിയല്ലേ 66. 1/3 ഇരട്ടിയാണ് 2/3. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ആദ്യം കിടക്കുന്നതിന്റെ ഇരട്ടി ആയിരിക്കണം രണ്ടാമത്തെ 66 2/3 വരുന്നത്. ദാറ്റ് ഈസ് 2/3. ഫ്രാക്ഷൻ എത്രയാണ്? 2/3. ഓക്കെ, ഇനി അടുത്തതിൽ 83 1/3. 83 1/3%. 83 1/3%. That is 5/6. 5/6. തൽക്കാലം ഇത്രയും പഠിച്ചാൽ മതി. ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട്. തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, തുമ്പി കുറച്ചുകൂടി വലുതായിട്ട് കല്ലെടുപ്പിക്കാം അല്ലേ സാറേ? ഓക്കെ, അപ്പൊ തൽക്കാലം ഇത് മതി. So 83 1/3, 5/6, 66 2/3, 2/3, 33 1/3, 1/3, 6 1/4, 1/16, 12 1/2, 1/8. ക്ലിയർ ആണോ? ഇങ്ങനെ 12 അങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ, ക്ലിയർ ആണോ? USSകാർക്ക് മിക്കവാറും ഉപകാരപ്പെടാൻ പോകുന്ന സംഗതിയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അഞ്ചെണ്ണം എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. 5 എഴുതി കഴിഞ്ഞെങ്കിൽ യെസ്, ഉഷാറാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു വൈറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു, എന്നാൽ പിന്നെ വൈറ്റ് ആവട്ടെ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. യെസ്, നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുവാണ്. നോക്കിക്കേ, എന്താണ് 190ാമത്തെ പേജിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ പെർസെൻറ്റേജ് എന്നൊക്കെ ചോദിക്കാനായിട്ട് പോകുന്നത്. എന്താ പറയുന്നത് ഇതിനകത്ത്? ഇൻ എ സ്കൂൾ there are 750 students and 450 of them are girls. നമ്മൾ ആദ്യം ഒരു കാര്യം പഠിച്ചിരുന്നു, മൊത്തത്തിലുള്ള എണ്ണം തരും, എന്നിട്ട് അതിന്റെ ഇത്ര ശതമാനം, ഇപ്പൊ 50% ഗേൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗേൾസിന്റെ എണ്ണം കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ ഫസ്റ്റ് ഒരു പാർട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടെങ്കിൽ ടാറ്റ നീ എത്ര? പിന്നെ മെയിൽ ടീച്ചേഴ്സിന്റെ എണ്ണം, ഫീമെയിൽ ടീച്ചേഴ്സിന്റെ എണ്ണം, നമ്മളൊരു ക്വസ്റ്റിൽ അത് ചെയ്തില്ലായിരുന്നു? അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ക്വസ്റ്റിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടല്ലേ. ഇൻ എ സ്കൂൾ there are 750 students. അപ്പൊ നമുക്ക് ടോട്ടൽ എഴുതാലോ. ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം എത്രയാണ്? അപ്പോ സാറേ ഒരാളോടൊന്ന് ചോദിക്കാം. ഇവനെ വിളിച്ചതായിരുന്നു, അടുത്തൊരാൾ വിളിക്കാം. നിക്ക് ഇവര് എന്നാ ഇവ തന്നെ പറഞ്ഞോ. എത്രയാണ് ടോട്ടൽ സ്റ്റുഡൻസ്? 750. ഓക്കെ, ശരി. ഇന്ന് നേരത്തെ പോണ്ടേ? അതാണ് യൂണിഫോം ഒക്കെ ഇട്ടിരിക്കണേ അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, ഫൈൻ. അത് എഴുതിക്കോളൂ, അത് ആദ്യം തന്നെ എഴുതിക്കോളൂ. മൊത്തം ആകെ വിദ്യാർത്ഥികളുടെ എണ്ണം അല്ലെങ്കിൽ ആകെ കുട്ടികളുടെ എണ്ണം 750. ആകെ കുട്ടികളുടെ എണ്ണം 750. ഓക്കെ ആണോ? ഇൻ എ സ്കൂൾ there are 750 students. അതിനുശേഷം എന്താ പറയുന്നത്? ആൻഡ് 450 of them are girls. അതിൽ 450 പേർ പെൺകുട്ടികളാണ്. എന്താണ് പറയുന്നത്? 450 പേർ പെൺകുട്ടികളാണ് എന്ന് പറയുന്നുണ്ട്. അത് കണ്ടായിരുന്നു? അപ്പോ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? അത് എഴുതിക്കോളൂ. അപ്പോ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? അപ്പോ 450. ഓക്കെ ആണല്ലോ? അപ്പോ മൊത്തം 750 പേരിൽ 450 പേരും എന്താണ്? പെൺകുട്ടികളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഗേൾ സ്റ്റുഡൻസ്? അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനമാണ്, അതായത് മൊത്തത്തിന്റെ എത്ര ശതമാനമാണ് ഈ പെൺകുട്ടികളുടെ എണ്ണം എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായോ? അതായത് മൊത്തം 750ന്റെ എത്ര ശതമാനമാണ് 450 എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ ആയിട്ട് വരേണ്ടത് എന്താണ്? എപ്പോഴും 750 അല്ലെങ്കിൽ ടോട്ടൽ ആണ് എപ്പോഴും എന്തായിട്ട് വരേണ്ടത്? ഡിനോമിനേറ്റർ ആയിട്ട്, ഛേദമായിട്ട് വരേണ്ടത്. ക്ലിയർ ആണോ? നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഗേൾസ് നമ്മൾ 450 എഴുതി, നമ്മുടെ ടോട്ടൽ സ്റ്റുഡൻസ് 750 എഴുതി. എഴുതിയോ? എല്ലാവരും എഴുതി വെച്ചേ കറക്റ്റ് ആയിട്ട്. എന്നിട്ട് അത് എത്ര ശതമാനമാണെന്ന് കണ്ടുപിടിക്കണം. അതായത് മൊത്തം എണ്ണത്തിന്റെ എത്ര ശതമാനമാണ് ഗേൾസിന്റെ എണ്ണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാനായിട്ട് പോവാണ്. പെർസെൻറ്റേജ് ഓഫ് ഗേൾ സ്റ്റുഡൻസ്, പെൺകുട്ടികളുടെ എണ്ണത്തിന്റെ ശതമാനം.
പെൺകുട്ടികളുടെ എണ്ണത്തിന്റെ ശതമാനം. ആദ്യം നമ്മൾ എങ്ങനെ എഴുതണ്ടേന്ന് അറിയോ? നമ്പർ ഓഫ് ഗേൾസ് divided by total students into 100 കൊടുക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ടോപ്പിക്കിൽ, അതിനെ ഞാൻ എക്സാമ്പിൾ ഇട്ടില്ലാന്നേ ഉള്ളൂ, ആദ്യം പറഞ്ഞ ടോപ്പിക്കിൽ രണ്ടാമത്തെ കാര്യത്തിൽ അതായിരുന്നു. ടു കൺവേർട്ട് എ പാർട്ട് എക്സ്പ്രസ്ഡ് ആസ് എ ഫ്രാക്ഷൻ ടു എ പെർസെൻറ്റേജ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പാർട്ട്, അതായത് ഇപ്പോൾ 12 ഈ ഒരു പാർട്ട് പെർസെൻറ്റേജ് ആയിട്ട് അതിനെ ഫ്രാക്ഷൻ ഫോമിലേക്ക് മാറ്റണമെങ്കിലാണ് നമ്മൾ 1/100 ചെയ്തത് ആണല്ലോ. ഇനി അടുത്തതിൽ എങ്ങനെയാണ്? ടു കൺവേർട്ട് എ പാർട്ട് എക്സ്പ്രസ്ഡ് ആസ് എ ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ്. നേരെ തിരിച്ച്, ഇവിടെ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ ആയിരുന്നു, രണ്ടാമത്തെ കേസിൽ എങ്ങനെയാ? ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് ആണ്. ആ കാര്യം ഒന്ന് എഴുതി വെക്കണം കേട്ടോ. ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? into 100. എന്താണ്? into 100 ആണ് ഇവിടെ ചെയ്യേണ്ടത്. അതേ കാര്യം തന്നെയാണ് നമ്മൾ അടുത്തതിലും ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിലും നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നോക്കിക്കേ, അപ്പൊ 750 ആണ് ടോട്ടൽ വരേണ്ടത് അല്ലെ. അപ്പൊ നമ്പർ ഓഫ് ഗേൾസും ടോട്ടൽ സ്റ്റുഡൻസും അതൊരു ഫ്രാക്ഷൻ അല്ലേ? ആണെങ്കിൽ ചാറ്റ് തന്നേ. നമ്പർ ഓഫ് ഗേൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രാക്ഷൻ ആണ്, ഭിന്നസംഖ്യയാണ്. അതിനെ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് പെർസെന്റേജാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം? into 100 ഇടണം. ക്ലിയർ ആണോ സാറേ? ആരാണത്? നീരജ് കൃഷ്ണ. എന്താണ് കയ്യിലിരിക്കുന്ന സാധനം? ചന്ദനത്തിരിയോ? അല്ല അല്ലേ? സ്ക്രൂ ഡ്രൈവറാ? അല്ല, പേന. അമ്പോ, സെറ്റപ്പ് പേനയാണല്ലോ. നീ ഇതും കൊണ്ട് പോയിട്ടല്ലേ സ്കൂളിൽ റോളറക്കണത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സാർ. അവൻ എന്ത് പറയുന്നുണ്ട്? എന്താണ്? ഓ, കൊള്ളാം. ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിച്ചാണോ? അല്ല, കൊള്ളാം. ആ, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. ചെയ്തോ? ആൻസർ ചെയ്തോ? ആൻസർ ഒക്കെ കിട്ടി. ഓക്കെ, പറഞ്ഞു. ഇവിടെ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 450. ഓക്കെ, മിടുക്കൻ. താഴത്തെ ടോട്ടൽ സ്റ്റുഡൻസോ? 750. അതിനുശേഷം എന്ത് ചെയ്യണം? ഫ്രാക്ഷനെ പെർസെന്റേജിലേക്ക് മാറ്റാൻ അതാണ് ഇപ്പുറത്ത് ഫ്രാക്ഷനെ പെർസെന്റേജിലേക്ക്, അത് പെർസെന്റേജിനെ ഫ്രാക്ഷനിലേക്കായിരുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യണ്ടേ? into 100 വെച്ചിട്ട് ഇൻഡു ചെയ്യണം. ഫ്രാക്ഷനെ ഇൻഡു ചെയ്യണം. ഫ്രാക്ഷനെ നമ്മൾ 100 വെച്ചിട്ട് ഇൻഡു ചെയ്യണം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി. ആദ്യം 45-ലെ 75-ലെയും 0 കട്ട് ചെയ്ത് കളയാം. 45 75 നമ്മൾ 5-ല് കട്ടായി പോകുന്നുണ്ട്. അത് വെച്ചിട്ടൊന്ന് നോക്കി, പറ്റുന്നുണ്ടോ നോക്കി. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചെയ്താൽ 100-ഉം 75 നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. 100-ഉം 75-ഉം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതായത് 25 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 25 into 3 ആണ് 75. ഇത് ബാക്ക് ഒന്ന് സൈഡിൽ എഴുതി വെച്ചോളൂ കേട്ടോ. 25 into 3 ആണ് 75, 25 into 4 ആണ് 100. ആ രീതിയിൽ നമുക്ക് ഇതിനെ കട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഇനി 45-ഉം 3-ഉം നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. 45 ഡിവൈഡ് ബൈ 3 into 4 ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. അത്ര പെർസെന്റേജ്. ആൻസർ ഇപ്പോൾ പെർസെന്റേജിൽ എക്സ്പ്രസ് ചെയ്യണം കേട്ടോ. ആൻസർ പെർസെന്റേജ് എന്ന് പറഞ്ഞ് വേണം ആൻസർ എഴുതാൻ. കണ്ടുപിടിച്ച എല്ലാവരും? 45/3 into 4. നമ്മൾ ഇത് എന്ത് വെച്ചാൽ കട്ട് ചെയ്ത്? 75-ഉം 100-ഉം 25 വെച്ചിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ. നമ്മളത് ഇവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. 25-ന്റെ ടേബിളിൽ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. 25, 50, 75, 100 ഇങ്ങനെയാണ് 25-ന്റെ ആദ്യത്തെ 4 മൾട്ടിപ്പിൾ വരിക. ഓക്കെ, സംശയമുള്ളവരൊന്ന് എഴുതി നോക്കിയാൽ മതി. നോക്കിക്കേ, 25-നോട് വീണ്ടും 25 കൂട്ടിയാ 50 അല്ലേ വരിക. 50-നോട് വീണ്ടും 25 കൂട്ടിയാ 75 അല്ലേ വരിക. വീണ്ടും 25 കൂട്ടിയാ 100 അല്ലേ വരിക. അപ്പൊ 75 100 നമ്മുടെ കയ്യിൽ കിട്ടിയില്ലേ. സോ 75 എന്ന് പറയുന്നത് മൂന്നാമത്തേത്, 1 2 3 മൂന്നാമത്തെ മൾട്ടിപ്പിൾ ആണ്. 100 എന്ന് പറയുന്നത് നാലാമത്തെ മൾട്ടിപ്പിൾ ആണ്. ക്ലിയർ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. 75 100 കിട്ടിയെങ്കിൽ യെസ്, 3ഉം 4ഉം വെച്ചിട്ട് നമുക്ക് കിട്ടി. ഇനി 45/3 ചെയ്തപ്പോ എത്ര കിട്ടും? 45/3 ചെയ്തപ്പോ ഒരാളെ വിളിക്കാം സർ. അഫ്രീൻ. അഫ്രീൻ പറഞ്ഞേടാ. എന്താണ് ചെയ്തിട്ടില്ല? പിന്നെ ഇവിടെ എന്തൊക്കെയാണ്? 100 എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. ഓക്കെ, യെസ്, ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടി. ഇപ്പൊ ഇത് ചെയ്തേ. 45/3 ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചേ. യെസ്, കുറെ പേര് ആൻസർ അയക്കുന്നുണ്ട്. കറക്റ്റ് ആണ്.
കിട്ടിയ ഫ്രനെ 45/3? മൂന്നിന്റെ ടേബിൾ അറിയാമോ? അതറിയാം. എന്നാ പെട്ടെന്ന് ചെയ്യാലോ. 45/3. യെസ്, 15 എന്നാ കിട്ടാം. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 15 × 4 എന്നാ ചെയ്യണ്ടേ. എന്താ പറ്റി? 45/3. നോക്കിക്കേ ഫ്രണ്ടി, ഫസ്റ്റ് മൾട്ടിപ്പിൾ 3 ആണ്. അപ്പോ 1 × 3 3 വന്നില്ലേ? ഇനി 4 ന്ന് 3 കുറച്ചാ 1. മറ്റേ താഴത്തെ എന്തിറക്കി എഴുതണം? 5 ഇറക്കി എഴുതണം. 15 എന്ന് പറയുന്നത് 3ന്റെ ടേബിൾ ഉണ്ടോ? ഉണ്ട്. എത്രാമത്തെ തവണ? 4 ആണോ? 5ാമത്തെ തവണ. 5 × 3 അല്ലേ 15? കിട്ടിയ ആൻസർ കിട്ടിയപ്പോ? ഓക്കെ, യെസ്. അപ്പൊ 15 × 4 എന്നാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടേണ്ടത്. ദാറ്റ് ഈസ് 60%. എത്രയാണ്? 60% ആൻസർ കിട്ടേണ്ടത്. കംപ്ലീറ്റ് ആയിട്ട് എഴുതിക്കേ. 60% നമുക്ക് എന്ത് കിട്ടേണ്ടത്? ആൻസർ കിട്ടേണ്ടത് 60%. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? മൊത്തം കുട്ടികളുടെ എണ്ണത്തിൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര ശതമാനമാണ് എന്നുള്ളതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. മൊത്തം പെൺകുട്ടികളുടെ എത്രയാണ്? എണ്ണം എത്രയാണ്? 750 ആണ്. ഈ ഗേൾസിന്റെ എണ്ണം 450 ആണ്. അപ്പൊ ഞാൻ ഒന്നുകൂടി കട്ട് ചെയ്ത് ഒന്നുകൂടി കാണിച്ചു തരാം. ശ്രദ്ധിച്ചേ, കട്ട് ചെയ്ത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. കിട്ടാതിരുന്നവരൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. കട്ട് ചെയ്ത് ഒന്നുകൂടി കാണിക്കാം. 450 750. ആദ്യം തന്നെ എന്തിനെ കട്ട് ചെയ്യാം? 0 കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ 0 മായ്ച്ചു കളയാണേ. 0 ആദ്യം തന്നെ മായ്ച്ചു കളഞ്ഞു. ഇനി നമ്മൾ നോക്കുമ്പോൾ 45 75 വേണമെങ്കിൽ 45നെയും 75നെയും 5 വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അതിനുശേഷം പിന്നെ 5 വെച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ × 100 ചെയ്താലും മതി, പ്രശ്നമൊന്നുമില്ല. പിന്നീട് എന്താ നമ്മൾ ചെയ്യുന്നത്? ഞാനിവിടെ 100നെയും 75നെയും വെച്ചാണ് കട്ട് ചെയ്തത്. എന്താണ്? 100നെയും 75നെയും വെച്ച്. അപ്പോൾ 25ന്റെ ടേബിളിൽ പോകും. 25ന്റെ ടേബിൾ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സംശയമുള്ളവർ ഇതെല്ലാം എഴുതി വെക്കുക കേട്ടോ. 25ന്റെ ടേബിൾ അടക്കം എഴുതി വെക്കാം. 25ന്റെ ടേബിളിൽ 3ാമത്തെ മൾട്ടിപ്പിൾ ആണ് 75. അതുകൊണ്ട് 75ന് താഴെ 3 എന്ന് കൊടുത്തു. ഇനി 100ലാണെങ്കിൽ 4ാമത്തെ മൾട്ടിപ്പിൾ ആണ് 100. അപ്പൊ നമുക്ക് അപ്പുറത്ത് 4ഉം ഇവിടെ താഴെ 3ഉം കിട്ടി. സോ നമ്മൾ അതിനെ സോർട്ട് ചെയ്ത് എഴുതുന്നു. 45/3 × 4. 45/3 നമുക്ക് എത്ര കിട്ടി? 15 എന്ന് കിട്ടി. 15 × 4 60% എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ ആണോ? 60% കിട്ടിയത്. അപ്പോൾ ഒരു ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ × 100 ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? ഇനി പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നത്, അതിനെ ഫ്രാക്ഷനിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ × 1/100 ചെയ്യണം. ക്ലിയർ? ഓക്കെ ആണോ? ആ കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതിയോ? ഓക്കെ ആണോ? യെസ്. അപ്പൊ എല്ലാവരും ഒന്ന് എണീച്ച് കുറച്ചു നേരം. 7:01 കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അടുത്ത ദിവസം കഴിഞ്ഞിട്ട് ബ്രേക്ക് വരുള്ളൂ. അപ്പൊ ഒന്ന് കുറച്ചു നേരം എണീച്ച് എല്ലാവരും കേട്ടോ. അതാരാണ് സാറേ ഫസ്റ്റ് ഇരിക്കണത്? ഏഞ്ചലീന. എണീച്ചോ. പ്രീവിയസ് എടുത്ത് സാറേ. തേർഡ് റോയിൽ ഫസ്റ്റ് ജോർജ് എണീച്ചോ. തേർഡ് വികാസേ. അവിടെ ഇനി ഓരോരുത്തരുടെ പേരെടുത്ത് വിളിക്കാൻ അവസരം ഉണ്ടാക്കല്ലേ. എല്ലാവരും എണീച്ചേ. ആണെന്ന് തോന്നുന്നു സാർ. എന്തൊരു ചോദിച്ചാലും എന്താ സാർ ഒരു മെസ്സേജ്? അതില്ലടാ, മിന്നാമിനി കളർ ഇല്ല ഇവിടെ. മിന്നാമിനി കളർ ഇല്ലടാ, ലൈറ്റ് വെച്ചിട്ടുണ്ട്. അവന്റെ ഒരു മിന്നാമിനി കളർ. ഓക്കെ, ഇരുന്നോ. എല്ലാവരും ഇരുന്നോ. പച്ച മതി, ലൈറ്റ് പച്ച മതി. ഓക്കെ, ലൈറ്റ് വെച്ചെങ്കിൽ ലൈറ്റ് വെച്ച്. അവൻ പറഞ്ഞല്ലേ സാറേ. റെഡ് എടുക്കൂലടാ, റെഡ് കുറച്ച് പേർക്ക് കണ്ണിന് പ്രശ്നമായിരിക്കും. റെഡ് നമ്മൾ എടുക്കാറില്ല. ഓക്കെ, ഇരുന്നോ എല്ലാവരും? ഓക്കെ, അപ്പൊ ഇന്ന് ക്ലാസ് ഉണ്ടോ? എല്ലാവർക്കും ക്ലാസ് ഉണ്ടോ ഇന്ന്? ഉണ്ട്. ഓക്കെ,
യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഓക്കെ, നമ്മുടെ 190ാമത്തെ പേജിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെയും ഒരാൾ ഫുഡ് കഴിച്ച കാര്യം പറയുന്നത്. നമ്മൾ ഇന്നലെയും ഒരു ഫുഡ് കഴിച്ച കാര്യം പറഞ്ഞായിരുന്നു അല്ലേ? ഒരാൾ 8400 രൂപയ്ക്ക് ഫുഡ് കഴിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ? അതേ പരിപാടിയാണ് ഇവിടെയും പറയുന്നത്. നോക്കിക്കേ, എ പേഴ്സൺ ഹു ഏൺസ് 30,000 rupees എ മന്ത്. ഒരാൾ 30,000 രൂപ ഒരു മാസത്തിൽ ഏൺ ചെയ്യുന്നുണ്ട്. സ്പെൻഡ്സ് 8,000 rupees ഓൺ ഫുഡ്. അപ്പോൾ 30,000 രൂപ കിട്ടുന്ന ഒരാൾ 8,000 രൂപ എന്താണ് ചിലവാക്കി, ഫുഡിന് വേണ്ടിയിട്ട് 8,000 രൂപ ചിലവാക്കി എങ്കിൽ വാട്ട് പെർസെന്റേജ് ഓഫ് ദ ഏർണിംഗ്സ് ഈസ് ദിസ്? അതായത് ഏർണിംഗ്സിന്റെ എത്ര ശതമാനമാണ് ഇദ്ദേഹം ഫുഡിനായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള 8,000 രൂപ എന്നാണ് ചോദ്യം. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? യെസ്. അപ്പൊ നമുക്ക് എല്ലാം എടുത്തെഴുതാം. പുള്ളിയുടെ മന്ത്ലി ഇൻകം എഴുതണോ അല്ലേ? മന്ത്ലി ഇൻകം പച്ച കാണുന്നുണ്ടല്ലോ അല്ലേ? പച്ച കാണുന്നില്ലെങ്കിൽ പച്ച എടുക്കാൻ പറഞ്ഞാൽ ഇടിക്കാട്ടോ നമുക്ക്. മന്ത്ലി ഇൻകം ഓക്കെ അല്ലേ? പച്ച ഓക്കെ അല്ലേ? യെസ്. മന്ത്ലി ഇൻകം 30,000 ആണ്. മന്ത്ലി ഇൻകം 30,000, 30,000 rupees ആണ്. ഓക്കെ, ഇനി എമൗണ്ട് സ്പെൻഡ് ഓൺ ഫുഡ്. എമൗണ്ട് സ്പെൻഡ് ഓൺ ഫുഡ്, ഭക്ഷണത്തിനായി ചിലവാക്കിയ തുക. ഭക്ഷണത്തിനായി ചിലവാക്കിയ തുക എത്രയാണ്? 8,000 രൂപ. 8,000 രൂപയാണ് ഭക്ഷണത്തിനായി ചിലവാക്കിയ തുക. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? വാട്ട് പെർസെന്റേജ് ഓഫ് ദ ഏർണിംഗ്സ് ഇസ് ദിസ്? അപ്പോൾ പെർസെന്റേജ് ഓഫ് എമൗണ്ട് സ്പെൻഡ് ഓൺ ഫുഡ്, ഭക്ഷണത്തിനായി ചിലവാക്കിയ തുകയുടെ ശതമാനം. എമൗണ്ട് സ്പെൻഡ് ഓൺ ഫുഡ്, അല്ലെങ്കിൽ ജസ്റ്റ് പെർസെന്റേജ് എഴുതിയാലും മതി, പ്രശ്നമില്ല. എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം വെച്ചിട്ട് അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. ആരാ പറയുന്നേ? ആരാണ്? ശ്രീനന്ദ. ശ്രീനന്ദ. പെട്ടെന്ന് ഫുൾ നെയിം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല. എന്താണ്? നമ്മുടെ ഒരു ചിനുങ്ങലൂട്ടിയാണ് ആള്. ഇപ്പൊ ശരിയാക്കി തരാം, പ്രശ്നം ഉണ്ടാക്കല്ലേ. ഇപ്പൊ ശരിയാക്കി തരാം, വരട്ടെ അത്. വന്നോ? അയ്യോടാ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എപ്പ പോവും? ശ്രീനന്ദ കുറച്ച് നേരത്തെ ലീവ് ആവാറുണ്ട്. ഓ, മൈക്കിന്റെ കുഴപ്പമാണ്. മെസ്സേജ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പൊ അടുത്ത ആൾ വിളിക്കാം. നെൽവിൻ. നെൽവിനി, എങ്ങനെ ചെയ്യാം ഇത്? പറ. ഇത് into 100. ഓക്കെ, ഫൈൻ, മിടുക്കൻ. അവൻ എല്ലാ സ്റ്റെപ്പ് അടക്കമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ്? ആദ്യം ഇൻകം താഴ്ത്ത്. ആദ്യം എമൗണ്ട് സ്പെൻഡ് ഓൺ ഫുഡ്. എമൗണ്ട് സ്പെൻഡ് ഓൺ ഫുഡ് ഡിവൈഡഡ് ബൈ മന്ത്ലി ഇൻകം into 100 ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. into 100 ചെയ്യാനായിട്ട് മറന്നു പോകരുത്. മറന്നുപോയാൽ എന്ത് പറ്റും? ഇത് ഫ്രാക്ഷനിൽ തന്നെ ഇരിക്കും, പെർസെന്റേജിലേക്ക് മാറൂല. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർസെന്റേജ് ആണ് അല്ലേ? യെസ്. അപ്പോൾ ആദ്യം എല്ലാവരും എന്ത് ചെയ്യാം? എമൗണ്ട് സ്പെൻഡ് ഓൺ ഫുഡ്. അപ്പൊ ഇതൊന്ന് അപ്ലൈ ചെയ്ത് പറഞ്ഞേ. ആരാ പറയുന്നേ? സന ഫാത്തിമ. 8,000 by 30,000 into 100. മിടുക്കി, വെരി ഗുഡ്, സൂപ്പർ. അപ്പോൾ എന്താണ് നമ്മുടെ എമൗണ്ട് സ്പെൻഡ് ഓൺ ഫുഡ് 8,000 ആണ് ആൻഡ് താഴത്ത് 30,000 ആണ് വരേണ്ടത്. into 100. ഓക്കെ, ഇവിടെ ഏറ്റവും എളുപ്പം 8,000-ന്റെയും 30,000-ന്റെയും 0 കട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഓക്കെ, 8,000-ന്റെയും 30,000-ന്റെയും 0 ആദ്യം തന്നെ കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് 8/30 into 100 കിട്ടും അല്ലേ? അതായത് 8/30 into 100. അതിനുശേഷം 800/30 എന്ന് എഴുതാം. എന്നിട്ട് 800-ന്റെയും 30-ന്റെയും ഓരോ 0 തമ്മിൽ കട്ട് ചെയ്യാം. അപ്പൊ 8/3 എന്ന് കിട്ടും. 8/3. ഓക്കെ, 8/3 എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആയിട്ട് ഡിവിസിബിൾ അല്ല, ഐ മീൻ പോയിന്റ് വരും, ഡെസിമൽ നമ്പർ വരും. ഓക്കെ, കണ്ടുപിടിച്ച എല്ലാവരും 8/3 പെർസെന്റേജിലേക്ക് മാറണം, ഫ്രാക്ഷൻ ആയിട്ട് ഇരിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ 8/3 അല്ല 80/3 നമ്മൾ എന്താ പറയാ, ഡിവൈഡ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, ഡിവൈഡ് ചെയ്ത് തന്നെ നമ്മൾ കണ്ടുപിടിക്കണം. 80/3.
ഓക്കെ, സെയിം ആൻസർ തന്നെയായിരിക്കും നമുക്ക് അവിടെ ചെയ്താലും വരുന്നത്. ഡിവൈഡ് ചെയ്താൽ മതി, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. യെസ്, കറക്റ്റ് ആണ്. ആരാണ് സാർ അയച്ചേക്കുന്നത്? ഓക്കെ ഓക്കെ, കുറെ പേര് അയച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, 80/3 80/3 എടുക്കുക. 80നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2 പ്രാവശ്യം പോകും. 3 × 2 6 അപ്പോൾ 20 വരും. അപ്പോൾ 6 പ്രാവശ്യം 6 × 12 26 2/3 എന്ന് എഴുതാം, അല്ലെങ്കിൽ അതിനെ പെർസെൻറ്റേജ് ആക്കിയും എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോർമൽ മിക്സ്ഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ മുകളിലത്തെ താഴത്തെ സൈഡിലെ, അപ്പോൾ 26 2/3 എന്നായിരിക്കും നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ വരുന്നത്. ആൻഡ് നോർമൽ പെർസെൻറ്റേജ് വരുമ്പോഴോ 26.66% എന്നാണ് നോർമൽ ആൻസർ. ഐ മീൻ നമ്മുടെ ഡെസിമൽ നമ്പർ വെച്ചിട്ടുള്ള പെർസെൻറ്റേജ് വരും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും മിക്സഡ് ഫ്രാക്ഷനിലെ, അതായത് ഫ്രാക്ഷൻ ആയിട്ട് വരുന്നതാണ്. ആ ഫ്രാക്ഷനെ വീണ്ടും നമ്മൾ പെർസെൻറ്റേജിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാം? 26 പോയിന്റ്, അതായത് ഡെസിമൽ ഇട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ പോയിന്റ് കൊടുക്കാം, 0 ഇട്ട് കൊടുക്കുന്നു. 20 എന്ന് പറയുമ്പോൾ 18, 6 പ്രാവശ്യം പോകുന്നുള്ളൂ. സോ 18 വീണ്ടും 2, അതിപ്പോൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കും. സോ ദ ആൻസർ ഇസ് 26.66%. കിട്ടിയില്ല എല്ലാവർക്കും? 26.66%. അപ്പോൾ 80/3 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലാത്തതുകൊണ്ട് സംഭവിച്ചതാണ് കേട്ടത്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പോലെ ഒരു 60%, 70% ഒക്കെ കിട്ടിയത്. ഓക്കെ, 80/3 തുല്യമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകാത്ത സംഖ്യകളാണ്. ക്ലിയർ? ഓക്കെ ആണോ? ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? യെസ്. അപ്പോൾ മിക്സ്ഡ് ഫ്രാക്ഷനേക്കാളും നല്ലത് നമുക്ക് ഇങ്ങനെ എഴുതുന്നതാണ്. കാരണം 26/3% എന്ന് പറയുമ്പോൾ വീണ്ടും നമ്മൾ ചിലപ്പോൾ അതിനെ മാറ്റേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് എഴുതിയാൽ മതി. ക്ലിയർ? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ബ്രേക്ക് തരാം. മിസ് ഇത് കുറേ നേരമല്ല പറയണമെന്നല്ലേ? മിസ് ഞങ്ങൾ പറ്റിക്കണമെന്ന് നോക്കിയാണ് മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് ആലോചിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി, നമ്മൾ ഇന്നലെ പറഞ്ഞ സൈക്കിൾ വാങ്ങിച്ച അതേ കാര്യം തന്നെയാണ് പറയുന്നത്. എടാ ബ്രേക്ക് ഇപ്പൊ കുറച്ച്, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ബ്രേക്ക് തരാമെന്ന് ഞാൻ പറഞ്ഞല്ലേടാ. ആരാ സാർ ഇത്? ആരാണ്? അബിനെ ഇത് കഴിഞ്ഞിട്ട് ബ്രേക്ക് തരാം കേട്ടോ. നോക്കി, ഇഫ് എ ബൈസൈക്കിൾ ബോട്ട് ഫോർ 4500 rupees, 4500 രൂപയ്ക്ക് നമ്മൾ എന്ത് വാങ്ങിച്ചു? ഒരു സൈക്കിൾ വാങ്ങിച്ചു. ഹാഡ് ടു ബി സോൾഡ് ഫോർ 4000. അപ്പോൾ 4500 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 4000 രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. അതായത് വാങ്ങിച്ച വില എത്രയായിരുന്നു? 4500. വിറ്റ വില എത്രയാണ്? 4000. അപ്പൊ അവിടെ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത്? ആ രണ്ടുപേരെ വിളിക്കാൻ സാറേ. ഫസ്റ്റ് റോയിൽ ഇരിക്കുന്ന ഇവിടെ അതെന്താണ് സാറേ? ശ്രീയയും ശ്രേയയും അല്ലേ? ശ്രീയ ശ്രേയ. ശ്രീയ അങ്ങോട്ട് നോക്കി ചിരിക്കണം. അയ്യോ നമ്മളെ വിളിച്ചടിയെന്ന്. വെട്ട് ഇതിനകത്ത് ആരാണ് ശ്രീയ, ആരാണ് ശ്രേയ? അൺമ്യൂട്ട് ചെയ്ത് മറ്റേ ആൾ പറഞ്ഞു അൺമ്യൂട്ട് ചെയ്യുന്നേ. ആരാണ് ശ്രേയ? ശ്രേയ കൈവക്കി. ബ്ലൂ ടീഷർട്ട് ആണ് ശ്രേയ, ഇത് ശ്രീയ. ഓക്കെ ഫൈൻ. അപ്പോൾ ആരാ പറയാൻ പോകുന്നേ? നമ്മൾ 4500 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം, നീ പറഞ്ഞോളാൻ, 4500 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 4000 രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ലാഭമാണോ നഷ്ടമാണോ? ശ്രീയ പറഞ്ഞേ. പണി കിട്ടിയെന്ന് പറഞ്ഞു താടിയതൊന്ന് തട്ടട് പറ 4500 രൂപയ്ക്ക് നമ്മൾ പോയിട്ട് ഒരു സൈക്കിൾ വാങ്ങിച്ചു. ഓക്കെ, അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമുക്കത് വേണ്ട, നമ്മൾ ഇനിയിപ്പോൾ അത് സൈക്കിൾ ഉപയോഗിക്കുന്നില്ല എന്ന് കണ്ട് നമ്മളത് തിരിച്ച് ഒരാൾക്ക് വിൽക്കുവാണ്. നമ്മൾ 4000 രൂപയ്ക്കാണ് വിൽക്കുന്നേ. അപ്പൊ അവിടെ ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായേ? നമ്മൾ വാങ്ങിച്ചത് 4500 രൂപയ്ക്കാണ്, വിറ്റത് 4000 രൂപയാ. അപ്പൊ നമുക്ക് നഷ്ടമല്ലേ ഇവിടെ ഉണ്ടായേ? ലാഭമാണോ? നഷ്ടം. മറ്റേ ആൾ ഒന്നും പറയുന്നില്ല, മിണ്ടാതിരുന്ന കുഴപ്പമില്ലോ. എന്താണ്? നഷ്ടമാണ് ഉണ്ടായത്. ലോസ്. എത്ര രൂപയുടെ ലോസ് ഉണ്ടായി? എത്ര രൂപയുടെ നഷ്ടം ഉണ്ടായി? ഇനി അത് ശ്രേയ പറയട്ടെ. പറ എത്ര രൂപയുടെ നഷ്ടമാണ്? ഇതിന്റെ വ്യത്യാസം എടുത്തേട മോനെ. 4500-ഉം 4000 തമ്മിൽ എത്ര രൂപയുടെ വ്യത്യാസമുണ്ട്? 4500 മൈനസ് 4000 എത്ര രൂപയുടെ വ്യത്യാസമുണ്ട്? എടാ ഇതിനകത്ത് നോക്കി പറഞ്ഞേ, ഇത് മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 500 രൂപ മാത്രമേ ഉള്ളൂ. 500 രൂപയുടെ നഷ്ടമാണ് നമുക്കുണ്ടായത്. മനസ്സിലായോ? പിടി കിട്ടിയോ പറഞ്ഞ കാര്യം? യെസ്. അപ്പൊ ഇവിടെ അതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടി പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ പഠിക്കാനുള്ള ഒരു സംഗതി കൂടിയാണ്. നമ്മൾ വാങ്ങിയ വില നമ്മൾ
ഇതിൽ ഇംഗ്ലീഷ് മീഡിയംകാർ എഴുതേണ്ടത് കോസ്റ്റ് പ്രൈസ് എന്നാ. എന്താണ് കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ വാങ്ങിയ വില ഈസ് ഈക്വൽ ടു 4500 രൂപ. 4500 രൂപ കറക്റ്റ് ആയിട്ട് എഴുതട്ടോ, 4500 രൂപ. ഇനി താഴത്ത് വിറ്റ വില. വിറ്റ വില, വിറ്റ വില ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ വിറ്റ വില അല്ലെങ്കിൽ മറ്റൊരു പേരിൽ പറയുമ്പോൾ സെല്ലിംഗ് പ്രൈസ്. എന്താണ് മക്കളെ പറയുന്നത്? സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് ആരാ പറയുന്നത് സാറേ? കൃഷ്ണദേവ്. ആ കൃഷ്ണദേവി, എത്രയാണ് നമ്മൾ വിറ്റ വില? 4000. യെസ്, വെരി ഗുഡ്. 4000 രൂപയ്ക്കാണ് നമ്മൾ വിറ്റേക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ വാങ്ങിയ വിലയും വിറ്റ വിലയും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? നമുക്ക് മനസ്സിലായി ഇവിടെ വിറ്റ വില കുറവാണല്ലേ, വാങ്ങിയതിനേക്കാൾ കുറവാണ് വിറ്റ വില. അപ്പൊ തന്നെ നമുക്ക് നോർമലി അത് എന്താ പറയാ, നോർമൽ ലോജിക് ആണല്ലേ, വാങ്ങിച്ചതിനേക്കാൾ കുറവിലാണ് വിറ്റതെങ്കിൽ അവിടെ നഷ്ടമാണ് ഉണ്ടായേക്കണം അല്ലേ. സോ ലോസ് ഈസ് ഈക്വൽ ടു, ലോസ് നമുക്ക് ഇവിടെ താഴത്തേക്ക് എഴുതാം. ലോസ് ഈസ് ഈക്വൽ ടു എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? CP മൈനസ് SP. വാങ്ങിയ വില മൈനസ് വിറ്റ വില. അപ്പൊ എത്രയായിരിക്കും? 4500 മൈനസ് 4000 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വരേണ്ടത്? 500 എന്നാണ് വരേണ്ടത്. ലോസ് എത്രയാണ് മക്കളെ? 500 ആണ് വരേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഗതി എന്താണെന്നറിയോ? ലോസ് പെർസെൻറ്റേജ് ആ കണ്ടുപിടിക്കുന്നത്. എത്രയാണ് നമുക്ക് ഉണ്ടായ നഷ്ടത്തിന്റെ ശതമാനം? നഷ്ടത്തിന്റെ ശതമാനം എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ഒരു പാഠഭാഗമാണ് ഇത്. ആക്ച്വലി ഇത്രയും കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. അതിന്റെ ചെറിയൊരു ആപ്ലിക്കേഷൻ ഇതിനകത്ത് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ പഠിക്കാനായിട്ടുള്ള ഒരു സംഗതിയാണ്. പ്രോഫിറ്റ്, ലോസ്, ഇതുപോലെ കോസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ തൽക്കാലം ഈ ഒരു രീതിയിൽ മാത്രം പഠിച്ചു വെക്കാം. വിറ്റ വില, വാങ്ങിയ വില ഒക്കെ തന്നിട്ടുണ്ട്. ലോസ് കണ്ടുപിടിക്കാനായിട്ട് CP യിൽ നിന്നും SP കുറയ്ക്കുന്നു. ഇനി ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇവിടെ ചെറിയൊരു ഇക്വേഷൻ ഉണ്ട്, ഒന്ന് എഴുതി വെച്ച എല്ലാവരും. ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് CP മൈനസ് SP അല്ലെങ്കിൽ ലോസ്, CP മൈനസ് SP ആണല്ലോ ലോസ്, ഡിവൈഡഡ് ബൈ CP. നമ്മൾ എപ്പോഴും ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത് നമ്മൾ വാങ്ങിയ വിലയായിരിക്കണം. അപ്പൊ ഇവിടെ ഒരു സംശയം വരാനായിട്ട് സാധ്യതയുള്ളത്, ഡിനോമിനേറ്ററിൽ എന്ത് കൊടുക്കും? നമ്മൾ ഇത്രയും നേരം ആയിരുന്നെങ്കിൽ ഏറ്റവും ടോട്ടൽ എമൗണ്ട്, മുന്നത്തേലാണെങ്കിൽ ഇൻകം, മൊത്തത്തിലുള്ള ഇൻകം നമ്മൾ കൊടുത്തു. ആൻഡ് അതിന് മുന്നത്തേലാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൊടുത്തു. ഇവിടെ നമ്മളപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് കൊടുക്കും എന്നായിരിക്കും കുറെ പേരുടെയെങ്കിലും ആശങ്ക. അപ്പൊ എന്താ ഡിനോമിനേറ്ററിൽ കൊടുക്കണ്ടേ? ലോസോ പ്രോഫിറ്റോ വന്നാൽ യൂസേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കാം. ലോസോ പ്രോഫിറ്റോ വന്നാൽ താഴെ കൊടുക്കേണ്ടതാണ്, ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത് CP ആണ്, വാങ്ങിയ വിലയാണ് താഴത്ത് കൊടുക്കേണ്ടത്. ക്ലിയർ? ഓക്കെ ആണോ? അപ്പൊ ലോസ് എത്രയാണ് ഇവിടെ? 500 ആണ്. ഇൻറ്റു 100 കൂടി ഉണ്ട് കേട്ടോ. അയ്യോ, ഇൻറ്റു 100 ഇപ്പൊ മറന്നു പോയനെ. താഴത്ത് എന്താ പറയുന്നത്? മുകളില് ലോസ് 500, താഴത്ത് CP എത്ര? ഇവിടെ CP ആരാ പറയുന്നത് സാറേ? ഫാത്തിമ ഇഫ്ര. ആ പറഞ്ഞിട മോനെ, താഴത്ത് ഡിനോമിനേറ്ററിൽ എത്ര രൂപയാ വരണ്ടേ? 4500. യെസ്, 4500 ഇൻറ്റു 100. 4500 ഇൻറ്റു 100. ഓക്കെ ആണോ? 0 0 കട്ട് ചെയ്തോ, 5/45 ഇൻറ്റു 100 എന്ന് വരും. അതായത് മുകളിലേക്ക് താഴത്തെ അപ്പുറത്തേക്ക് എഴുതാം. 5/45 ഇൻറ്റു 100 വരും. അപ്പുറത്തേക്ക് എഴുതുമ്പോൾ 5/45 1/9 അല്ലേ? 1/9 ഇൻറ്റു 100 അഥവാ 100/9 കണ്ടുപിടിക്കാം. 100/9 കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ ആയി. പെട്ടെന്ന് കണ്ടുപിടിച്ചേ. 100/9 ഡിവൈഡ് ചെയ്തിട്ട് എത്ര ശതമാനം വരും എന്നുള്ളത് കണ്ടുപിടിക്കാം. എന്തായാലും ഡെസിമൽ നമ്പർ ആയിരിക്കും കേട്ടോ. 100/9. യെസ്, കറക്റ്റ് ആണ്. കുറെ പേര് അയക്കുന്നുണ്ട്. മെറ്റീരിയൽ നോക്കിയൊന്നും ആരും ചെയ്യണില്ലല്ലോ അല്ലേ? നൂറ് ബൈ 9 ചെയ്യുമ്പോൾ ഫസ്റ്റ് 10 ആണ് എടുക്കേണ്ടത്. ഒരു പ്രാവശ്യം പോവും 9, 1 ഇറക്കി എഴുതാം, 10 ഇറക്കി എഴുതാം, വീണ്ടും ഒരു പ്രാവശ്യം പോവും 9, 1 ഇറക്കി എഴുതാം. ഇനി എടുക്കാനായിട്ട് നമ്പർ ഒന്നുമില്ല. അപ്പൊ മുകളിൽ പോയിന്റ് ഇടുന്നു, താഴെ 0 ഇടുന്നു, വീണ്ടും 1. അപ്പൊ 11.11% എന്താ കിട്ടാം നമുക്ക് അല്ലെ? 11.11% എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടാം. 11.11%, 11.11% നമുക്ക് കിട്ടാം. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പുതിയതായിട്ട് നമ്മൾ പഠിച്ച കാര്യം എന്താണ്? നമ്മുടെ ലോസ് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ, ലോസ് പെർസെൻറ്റേജ്. അതൊന്ന് ബോക്സിലാക്കി വെക്കാം കേട്ടോ. ഒന്ന് ബോക്സിലാക്കി വെക്കാം.
4000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 4500 രൂപയ്ക്കാണ് വിറ്റെങ്കിലോ, 4000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 4500 രൂപയ്ക്കാണ് വിറ്റെങ്കിൽ അവിടെ പ്രോഫിറ്റ് ആണ് വന്നത്. ഓക്കെ, അപ്പൊ പ്രോഫിറ്റ് പെർസെന്റേജ് കണ്ടുപിടിക്കുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം വരുന്നത്? മുകളിൽ ആദ്യം പ്രോഫിറ്റ് എഴുതാം, താഴെ ഉള്ളതിന് വല്ല മാറ്റം ഉണ്ടാ ഇല്ല, താഴെ എപ്പോഴും CP ആയിരിക്കും, ഇൻറ്റു 100 ആയിരിക്കും. അതുകൂടെ ഒന്ന് എഴുതി വെച്ചേ. പ്രോഫിറ്റ് പെർസെന്റേജ് ആണെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ CP ഇൻറ്റു 100. യെസ് സർ, 10 minutes. പ്രോഫിറ്റ് ബൈ CP ഇൻറ്റു 100 എന്നാണ് കൊടുക്കേണ്ടത്. ക്ലിയർ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമുക്ക് ഇനി ചെറിയ ബ്രേക്ക് എടുക്കാം. 11.11% കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ മക്കളെ, 10 മിനിറ്റ് ആണേ, പോയിട്ട് വരൂ കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാവരും തിരിച്ചു വരാം. വീഡിയോ ഓൺ ആക്കാം കേട്ടോ, പെട്ടെന്ന് ആയിക്കോട്ടെ. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്, ആരാണ് സാറേ അത്? പ്ലീസ് അത്രയും പ്ലീസ് അയച്ചേക്കണേ. അയ്യോ ശ്രീനന്ദ, ശരിയായോ? മൈക്ക് ശരിയായോ? സെറ്റ്. ചോദിച്ചോ. ഉവ് വെട്ടിയിട്ട് ഭയങ്കര കോമഡി ആയിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. ആണ്, ഇന്ദ്രിത് സാർ താടി കൂടിയൊക്കെ വെട്ടിയാവുന്നത്. കഴിഞ്ഞ ദിവസം ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് വന്നു ഇവിടെ, എല്ലാവരും കളിയാക്കി ഓടിച്ചു. സാറിന്റെ അനിയനാണെന്ന്. സാറിന്റെ അനിയനോടെ ഉണ്ട്, പക്ഷെ അതെ 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 അതെ, പക്ഷെ അവര് തമ്മിൽ യാതൊരു ബന്ധമില്ല. കണ്ട ചേട്ടനും അനിയനൊന്നും പറയില്ല. ഓക്കെ യെസ്. ആ നാളെ ചോദിക്കാം, തന്നെ നാളെ വരുമ്പോ ചോദിക്കാം. സമ്മതിച്ചില്ല അല്ലേ? നാളെ നമുക്ക് ചോദിക്കാം. ഓക്കെ യെസ്. ചായ കുടിച്ചു, വെരി ഗുഡ്. ചായ ഒക്കെ കുടിച്ചു, ഉഷാറായിട്ട് എത്തി എല്ലാവരും. എന്താണ്, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഞാൻ ചായ കുടിച്ചു എന്ന മെസ്സേജ് എന്ന് തോന്നുന്നു. ആ ഇന്ന് നോക്കട്ടെ. ഇന്ന് എന്തായാലും ചാപ്റ്റർ കഴിഞ്ഞിട്ടേ സോങ് പാടുള്ളൂ. സോങ് പാടുമാ? അത് ടൈപ്പ് ചെയ്തപ്പോ ഏ കൂടിപ്പോയതായിരിക്കുള്ളൂ. അല്ല, ഓയ്ക്ക് പോലെ ആയി പോയതായിരിക്കും. ഓക്കെ, നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 190ാമത്തേലെ 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, ഇവിടെ നമ്മുടെ എലക്ഷന്റെ കേസാ പറയുന്നത്. നമ്മൾ ഇന്നലെ എലക്ഷന്റെ ഒരു ക്വസ്റ്റ്യൻ ഇന്നലെ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു എലക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. 1600 persons വോട്ടഡ് ഇൻ ആൻ ഇലക്ഷൻ. അപ്പോൾ എത്രയാണ്? 1600 പേരാണ് മൊത്തം വോട്ടേഴ്സ്. അപ്പൊ ടോട്ടൽ വോട്ടേഴ്സ് എത്രയാണ്? ടോട്ടൽ വോട്ടേഴ്സിന്റെ എണ്ണം എത്രയാണ് മക്കളെ? 1600. അതായത് 1600 പേര് വോട്ട് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ആൻഡ് ദ വിന്നർ ഗോട്ട് 900 വോട്ട്സ്. ഈ 1600-ൽ നമ്മുടെ വിജയിക്ക് ലഭിച്ചത് എത്രയാണ്? നമ്മുടെ ജയിച്ച ആൾക്ക് ലഭിച്ചത്, നമ്മുടെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് എത്രയാണ്? വിന്നർ ഗോട്ട് എത്രയാണ് മക്കളെ? 900 വോട്ടുകൾ അല്ലെ? വിന്നർ ഗോട്ട് എത്രയാണ്? 900 വോട്ടുകളാണ് നമ്മുടെ സ്ഥാനാർത്ഥി, നമ്മുടെ വിജയിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ വോട്ട് പെർസെന്റേജ് ഓഫ് ദ ടോട്ടൽ വോട്ട്സ് ഈസ് ദിസ്. ആകെ വോട്ടുകളുടെ എത്ര ശതമാനമാണ് നമ്മുടെ വിന്നർക്ക് കിട്ടിയത്? അതായത് ഇത്ര ശതമാനം വോട്ടോടുകൂടി അദ്ദേഹം ജയിച്ചു എന്ന് നമുക്ക് പറയണമെങ്കിൽ ശതമാനം കണ്ടുപിടിക്കണം അല്ലെ? യെസ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം പെർസെന്റേജ് ഓഫ് ടോട്ടൽ വോട്ട്സ്. ആകെ വോട്ടുകളുടെ എത്ര ശതമാനമാണ്? പെർസെന്റേജ് ഓഫ് ടോട്ടൽ വോട്ട്സ്. എങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റാം? ആരാണ് സാറേ പറയുന്നത്? ഫിസ. ആ ഫിസ പറഞ്ഞേടാ, എങ്ങനെ ചെയ്യാം? പറഞ്ഞോ. ഡിനോമിനേറ്ററിൽ എന്ത് കൊടുക്കണം, ന്യൂമറേറ്ററിൽ എന്ത് കൊടുക്കണം, ആ കാര്യങ്ങളൊന്ന് പറഞ്ഞേ. ക്വസ്റ്റ്യൻ നോക്കി പറ. ഡിനോമിനേറ്ററിൽ വരേണ്ടത് എപ്പോഴും ആരായിരിക്കും? ഇപ്പൊ ഞാൻ കഥ മൊത്തം പറഞ്ഞിട്ട് പറഞ്ഞോ, എത്രയാണ് പറഞ്ഞു? എടാ വാതുറന്ന് പറഞ്ഞേ, നീ മിണ്ടാതിരിക്കല്ലേ. ഡിനോമിനേറ്ററിൽ താഴെ എത്രയാ വരണ്ടേ? താഴെ ഡിനോമിനേറ്ററിൽ എത്രയാ വരണ്ടേ? ടോട്ടൽ വോട്ട്സ്. ആ അപ്പൊ അത് പറ. അപ്പൊ ഡിനോമിനേറ്ററിൽ ടോട്ടൽ വോട്ട്സ് വന്നു എങ്കിൽ ന്യൂമറേറ്ററിൽ അപ്പൊ എന്ത് വരണം? ന്യൂമറേറ്ററിൽ മുകളില് വിന്നർ ഗോട്ട്, നമ്പർ ഓഫ് വോട്ട്സ്, വിന്നർ ഗോട്ട്സ്, അതാണ് മുകളിൽ വരേണ്ടത്. നമ്പർ ഓഫ് വോട്ട്സ്, വിജയിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണം. നമ്പർ ഓഫ് വോട്ട്സ്, വിന്നർ ഗോട്ട്. ഒരു കാര്യം കൂടി ചെയ്യണമല്ലോ. What is that? Into 100. അപ്പൊ ചെയ്തോ, into 100. അപ്പോ ഇവിടെ അടുത്തൊരാൾ വിളിക്കാം സർ.
ടെൻഷൻ അടിച്ചു പോയി പിസ. ആരാണ്? ക്രിസ്റ്റീന പോൾ. ക്രിസ്റ്റീന പറഞ്ഞിടാ. ഹലോ ഹലോ, ചെറിയ പ്രശ്നമുണ്ട് മൈക്കിന്റെ ക്രിസ്റ്റീനയ്ക്ക് എപ്പോഴും. ഓക്കെ, അടുത്ത ആളെ വിളിക്കുന്നുണ്ട് കേട്ടോ. ക്രിസ്റ്റീനയുടെ സൗണ്ട് കേട്ടതിന് കുറെ നാൾ. റുസാന, ആ പറഞ്ഞിടാ. വിജയ്ക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണം, വിന്നർക്ക് കിട്ടിയത് എത്ര വോട്ടുകളാ? 900 ബൈ 1600 ഇൻറ്റു 100. യെസ്, വെരി ഗുഡ്, മിടിക്കും. അപ്പോൾ 900 ആണ് നമ്മുടെ വിജയ്ക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണം. താഴെ ആകെ മൊത്തം ടോട്ടൽ വോട്ടുകൾ 1600 ഇൻറ്റു 100. മുകളിൽ നിന്നും താഴെ നിന്നും 2 പൂജ്യം ആദ്യം തന്നെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ 900 ഡിവൈഡ് ബൈ 16 എന്ന് വരും. ഓക്കെ, ഇതിന് നമുക്ക് ഒന്നുകൂടി ചെറുതാക്കാം. കാരണം 900 16ന്റെ ടേബിൾ എടുക്കേണ്ടി വരും, ബുദ്ധിമുട്ടാണത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 900നെ നമ്മൾ പകുതിയാക്കും. 900നെ പകുതിയാക്കുമ്പോൾ നമുക്ക് 450/8 എന്നാണ് കിട്ടുക. ഓക്കെ, 450/8. വേണമെങ്കിൽ വീണ്ടും ചെറുതാക്കാം, 225 ഡിവൈഡ് ബൈ 4 എന്നാക്കാം. അപ്പൊ പിന്നെ വീണ്ടും നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ചെയ്ത എല്ലാവരും 225 ഡിവൈഡ് ബൈ 4. ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അതല്ലേ എളുപ്പം. മനസ്സിലായോ? 225/4 വരെ എങ്ങനെ എത്തിയേ? 900 വരെ എങ്ങനെ എത്തിയത്? 900 എന്ന് പറയുമ്പോൾ 9 × 100, 900 താഴത്തെ 16. അപ്പൊ 900/16. ഇനി നമ്മൾ കറക്റ്റ് 2 വെച്ചിട്ട് 2നെയും കട്ട് ചെയ്തു. 900ന്റെ പകുതിയാണ് 450, 16ന്റെ പകുതിയാണ് 8. ഇനി 450ന്റെ പകുതിയാണ് 225, 8ന്റെ പകുതിയാണ് 4. ക്ലിയർ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. 225/4 വരെ എത്തിയ കാര്യം മനസ്സിലാവണ്ടേ? ഓക്കെ, ഇനി ഡിവൈഡ് ചെയ്തോളൂ. ഇനി ഡിവൈഡ് ചെയ്തിട്ട് എല്ലാവരും സ്വന്തമായിട്ട് ആൻസർ കണ്ടുപിടിച്ചേ. തന്നെ കണ്ടുപിടിക്കണം കേട്ടോ. അല്ലെങ്കിൽ 900/16 വരെ ചെയ്യുമ്പോൾ 16ന്റെ ടേബിൾ അറിയണം. അല്ലെങ്കിൽ 16ന്റെ ടേബിൾ നമ്മൾ ഇപ്പോൾ എഴുതി ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ചെറുതാക്കുമ്പോൾ പിന്നെ പ്രശ്നമില്ല, 4ന്റെ ടേബിൾ നമുക്ക് അറിയാലോ. യെസ്, കുറെ പേര് ആൻസർ അയക്കുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, നമുക്ക് ഒരാളോട് ചോദിക്കാം. അന്ന തെരേസ, ആ കിട്ടിയോ? കിട്ടിയോ? എന്താണ്? 56 മാത്രമുള്ളോ? 1/4 നമുക്ക് മറ്റേ ഡെസിമലിലേക്ക് മാറ്റാം, ഫ്രാക്ഷൻ ആക്കി ഇടണ്ട. അപ്പോൾ അത് നേരെ ചെയ്തോ. മിക്സ്ഡ് ഫ്രാക്ഷൻ വേണ്ട മക്കളെ, നമുക്ക് നേരെ തന്നെ ചെയ്യാം. മിക്സ്ഡ് ഫ്രാക്ഷൻ ആകുമ്പോൾ വീണ്ടും നമ്മൾ പെർസെൻറ്റേജിലേക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും അത് കിട്ടുമല്ലോ. 50, അപ്പോൾ 225/4 ചെയ്യുമ്പോൾ നമുക്ക് 56.25 എന്നാ കിട്ടാം. 56.25%. പെർസെൻറ്റേജിന്റെ സൈൻ ഇടാനായിട്ട് മറന്നു വരുന്നിട്ടായിരുന്നു. പെർസെൻറ്റേജിന്റെ സൈൻ ഇടാനായിട്ട് വിട്ടു പോകരുത്. 56.25% എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ? ഓക്കെ, 56.25%. കിട്ടിയോ എല്ലാവർക്കും? മിക്സ്ഡ് ഫ്രാക്ഷൻ കിട്ടിയവർ മാറ്റിയോ? യെസ്, മിക്സ്ഡ് ഫ്രാക്ഷൻ എഴുതിയാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ അതിനെ എന്തിലേക്ക് മാറണം? വീണ്ടും അപ്പോൾ 56 1/4% കിടക്കുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ വീണ്ടും പെർസെൻറ്റേജിലേക്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ ആ 1/4 ഡിവൈഡ് ചെയ്താൽ മതി. 1നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0.25 കിട്ടും. അത്രേ ഉള്ളൂ, സിമ്പിളാ. ഓക്കെ, 56.25%. ക്ലിയർ? ഓക്കെ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. യെസ്, ഓക്കെ ഫൈൻ. ഇന്നലെ ഞാൻ പാട്ട് പാടിയപ്പോൾ ആരോ കണ്ടില്ല എന്ന് പറഞ്ഞ കാര്യം ദേവർഷം ഉണ്ടോ നോക്കി സാറേ. ദേവർഷം ഇന്നലെ ഏറ്റവും അവസാനം ചോദിച്ചു, മിസ് പാട്ട് പാടി ഞാൻ കേട്ടില്ലെന്ന്. ആ ഇല്ല ഇല്ല അല്ലേ? ഇല്ല, വന്നിട്ടില്ല. ഓക്കെ, അടുത്ത പ്രോബ്ലം കഴിഞ്ഞിട്ട് പാട്ട് പാടണോ പാട്ട് പാടിയിട്ട് പ്രോബ്ലം ചെയ്യണോ? ഫസ്റ്റ് ഓപ്ഷൻ വേണോ സെക്കൻഡ് ഓപ്ഷൻ വേണോ? പാട്ട് പാടിയിട്ട് പ്രോബ്ലം ചെയ്തോ. അതെനിക്കറിയാം നിങ്ങൾ എങ്ങനെ പറയുള്ളൂ എന്നുള്ളത്. ഓക്കെ, ഇന്ന് എൻ്റെ കയ്യിൽ പാട്ടില്ല, നിങ്ങൾ പറയണോ കേട്ടോ. ഇന്ന് ഞാൻ പാട്ടൊന്നും സെലക്ട് ചെയ്തിട്ടില്ല. അതെ അതെ, ഇവര് റാപ്പായിരിക്കും പറയണത്. കിളിയെ, ഈ കിളിയെ തത്തക്കിളി വേണ്ട, അത് ഞാൻ ഓൾറെഡി പാടി. എനിക്ക് വേഗം പോണം. ഓ, അതുകൊണ്ട് വേഗം പാടാൻ പറ്റൂല. അതല്ല ധീമ അതാണോ? ബീവി. ആ ബീവി പറയണ ഓടിച്ചേ. കുറെ നാളായോ ബീവി പറയണ. ശ്രീനന്ദ എപ്പോഴും ബീവിനെ പറയണം. അമ്പലപ്പുഴ, അത് കൊള്ളാം. അതാണ്, അത് നമ്മുടെ ആരാ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. വിഷ്ണു സാർ. ഞാൻ വിചാരിച്ചു പിള്ളേര് അമ്പലപ്പുഴ പറയുമെന്ന്. കണ്ണാൻ തുമ്പി പോരാ, അതും കൊള്ളാം. 2 ഓപ്ഷനും കൊള്ളാം അല്ലെ? അങ്ങുമാനക്കോടിൽ എന്താ അറിയോ? അങ്ങുമാനക്കോടിൽ ഓൾറെഡി ഞാൻ ഇവിടെ പാടി വെറുപ്പിച്ച പാട്ടാ, അതുകൊണ്ട് അത് പാടാത്തേട്ടാ. ഇത് അമ്പലപ്പുഴയും പിന്നെന്താ കണ്ണാൻ തുമ്പി പോരാം. അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം പാടാം. ഏത് വേണം? അമ്പലപ്പുഴ വേണോ കണ്ണാൻ തുമ്പി വേണോ? 1 or 2?
2 ഒന്നും രണ്ടും ഉണ്ടോ 3 ഇല്ല, 2 ഓപ്ഷൻ ഉള്ളൂ. 2 ഓപ്ഷൻ ഉള്ളൂ 2 അപ്പൊ കണ്ണാൻ തുമ്പിക്കാണ് അല്ലേ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ അവർക്ക് വേറെ 2 പേര് തന്നാ പോരായിരുന്നോ അല്ലേ? അജയനും സജയനും തെറ്റിക്കാൻ വേണ്ടിയാട്ടോ അങ്ങനെ ഒരേ സൗണ്ട് ഉള്ള പേര് തന്നേക്കുന്നേ. ഇനി രണ്ടാമത്തെ നോക്കി, അപ്പൊ എന്താ പറയുന്നത്? അജയന്റെ സാലറി സജയനേക്കാൾ 25% കൂടുതലാണ് എന്നാണ് പറയുന്നത്. എന്താണ്? അജയന്റെ ശമ്പളം സജയന്റെ ശമ്പളത്തേക്കാൾ 25% കൂടുതലാണ്. ഇനി അടുത്തേക്ക് നോക്കി, ബൈ വാട്ട് പെർസെന്റേജ് ഓഫ് അജയൻ സാലറി ഈസ് സജയൻ സാലറി ലെസ്. ആഹാ, കിളിപോയി. എന്താണ് പറയുന്നത്? അജയന്റെ ശമ്പളത്തിന്റെ എത്ര ശതമാനം കുറവാണ് സജയന്റെ ശമ്പളം? ഓക്കെ, എന്താണ് പറയുന്നത്? അജയന്റെ ശമ്പളത്തിന്റെ, അപ്പോ അജയന്റെ ശമ്പളമാണ് അവിടെ ബേസ് ആയിട്ട് കൊടുക്കണേ അല്ലെ? അജയന്റെ ശമ്പളത്തിന്റെ എത്ര ശതമാനം കുറവാണ് സജയന്റെ ശമ്പളം? വല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയി പോയിന്ന് കുറെ പേര് ആലോചിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഫസ്റ്റ് സെന്റൻസിലെ കാര്യങ്ങളൊന്ന് എടുത്തെഴുതാം. ഓക്കെ, അജയൻ സാലറി, അതായത് അജയന്റെ സാലറി എന്ന് പറയുന്നത് നമ്മുടെ സജയന്റെ സാലറിയേക്കാൾ 25% കൂടുതലാണെന്ന് നമുക്ക് അറിയാലോ. അപ്പൊ നമുക്ക് നോർമൽ സെന്റൻസിൽ എഴുതാം. അജയൻ സാലറി ഈസ് ഈക്വൽ ടു, അപ്പൊ ഏസ് സാലറി, അജയൻ സാലറിക്കാണ് നമ്മൾ ഏസ് സാലറി എന്ന് പറയുന്നത്. സജയന്റെ സാലറിയോട് കൂടെ പ്ലസ് 25%, 25% കൂടുതലാണ്. എത്രയാണ്? 25% കൂടുതലാണ് എന്നാണ് പറയുന്നത്. ആ കാര്യം ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച്. അജയന്റെ സാലറി എന്ന് പറയുന്നത് സജയന്റെ സാലറിയോട് കൂടെ 25% കൂടി കൂട്ടണം അല്ലേ? 25% കൂടി കൂട്ടണം. ഓക്കെ, ടാറ്റ. വൈകിട്ട് കാണാം കേട്ടോ. വൈകിട്ടല്ല, ഇന്ന് വൈകിട്ടല്ല, നാളെ വൈകിട്ട് കാണാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഈ കാര്യം ഒന്ന് നമ്പറിലേക്ക് മാറ്റാം. അതായത് ഏസ് സാലറി എസ് സാലറിയേക്കാൾ 25% കൂടുതലാണെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ ആരുടെ സാലറിയാണ് കൂടുതൽ? ആരുടെ സാലറി ആയിരിക്കും കൂടുതൽ? അജയന്റെ സാലറി സജയന്റെ സാലറിയേക്കാൾ 25% കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ആരുടെ സാലറിയാ കൂടുതൽ? ഒന്നാം സെന്റൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കിയിട്ട് നമുക്കൊന്ന് നോക്കാം. യെസ്, കറക്റ്റ് ആണ്. ആരാണ് വിളിക്കാൻ പോകുന്നത്? ഒരാളോട് ചോദിക്കാം. അൽന മരിയ. എന്താണത്? അത് മനസ്സിലായി. പറഞ്ഞോ. അജയൻ, അല്ല അജയൻ. അജയന്റെ സാലറിയാണ് ഇവിടെ കൂടുതലായിട്ട് വരാം അല്ലെ? അജയന്റെ സാലറി കൂടുതലാണ് എന്ന് അവര് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അജയന്റെ സാലറിയാണ് കൂടുതൽ വരേണ്ടത്. സജയന്റെ സാലറിയെ വെച്ചിട്ടാണ് നമ്മൾ അജയന്റെ സാലറി ഇവിടെ കമ്പ്യൂട്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ നമുക്ക് സജയൻസ് സാലറി is equal to 100 എന്ന് കൊടുക്കുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ 25% അല്ലാതെ മറ്റൊരു സാധനങ്ങളും ഇതിനകത്ത് പറയുന്നില്ല. എന്തെങ്കിലും എമൗണ്ട് പറയുന്നുണ്ടോ? അജയന്റെ ഇത്രയാണെന്നോ സജയന്റെ ഇത്രയാണെന്നോ എമൗണ്ട് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് നമ്മൾ ഏതൊരു ബേസ് എമൗണ്ടിനെയും 100 ആക്കി എടുക്കുന്നു. നമുക്കറിയാം മൊത്തത്തിലുള്ള പെർസെൻറ്റേജ് 100 ആണ് അല്ലെ? അപ്പൊ നമ്മൾ സജയന്റെ സാലറിക്ക് 100 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അജയന്റെ സാലറി ആര് പറയും? അജയൻസ് സാലറി ഗോവിന്ദ് പറഞ്ഞേ. സജയന്റെ സാലറി 100 ആണെങ്കിൽ അജയന്റെ സാലറി എത്രയാ? എത്ര ശതമാനം കൂടുതലാ? 25%. 100ന്റെ 25% എന്ന് പറഞ്ഞാൽ 100ന്റെ ഏതൊരു ശതമാനം കണ്ടുപിടിക്കാനും ഭയങ്കര എളുപ്പമാണ്. അത് തന്നെയായിരിക്കും എമൗണ്ട്. 25 തന്നെയായിരിക്കും എമൗണ്ട്. നോക്കിയേ, 100 × 25/100. അതങ്ങനെയല്ല നമ്മൾ പെർസെന്റേജ് കണ്ടുപിടിക്കുക. 100 വെട്ടിപ്പോയിട്ട് ആൻസർ എന്ത് വരും? 25 എന്ന് വരും. അപ്പൊ നമ്മള് 100 + 25% കൂട്ടി 25 കൂട്ടാം. അപ്പൊ ആൻസർ എത്ര കിട്ടി? അജയന്റെ സാലറി ഇപ്പൊ എത്ര? 125. ക്ലിയർ ആണോ? ഓക്കെ ആണോ? യെസ്. എഴുതിക്കേ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? എവിടെയാ വീട്? എവിടെയാ? യൂണിഫോം ആണോ ഇട്ടേക്കുന്നേ? അതെ. വീട് എവിടെയാ? പറൂർ SNVയിലാണ് പഠിക്കുന്നത് അല്ലേ? അതാണ്. അതെ. ഇനി അത് ഞാൻ മറ്റേ എംബ്ലം കണ്ടപ്പോൾ എനിക്ക് ചെറിയ ഡൗട്ടായി. ഓക്കെ, SNVയിലാണ്. അപ്പോൾ വെരി ഗുഡ്.
യെസ്, എൻ്റെ സ്കൂളായതുകൊണ്ടാണ് ഞാനത് എടുത്ത് ചോദിച്ചത്. ബാക്കിയുള്ള വിചാരിക്കും ഓ പിന്നെ ഞങ്ങൾ വേറെ സ്കൂളിലാണല്ലോ പഠിക്കണത്, എന്നിട്ട് ഞങ്ങളോട് ചോദിച്ചില്ല. ഓക്കെ, യെസ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ബാക്കിയുള്ളൊരു സ്കൂൾ എനിക്ക് അറിയില്ല. ഓക്കെ, ഇവിടെ എറണാകുളം ജില്ലയാണെങ്കിൽ അറിയാം, വേറെ ജില്ലകളിൽ അറിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സജയിൻ സാലറി 100 ആണെങ്കിൽ അജയിന്റെ സാലറി അതിനോടുകൂടി 25% കൂട്ടണം അല്ലെ, 100+. അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനാണെങ്കിലും കുറച്ച് രീതിയിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, 100+ 100ന്റെ 25%. 100ന്റെ 25%, ദാറ്റ് ഈസ് 100+25, ആൻസർ ഈസ് ഈക്വൽ ടു 125. കിട്ടിയല്ലോ. അജയിന്റെ സാലറിയും സജയിന്റെ സാലറിയും നമുക്ക് ഇപ്പൊ കിട്ടി. ശരിക്കും 100 125 ആണോ? അല്ല, നമ്മളതൊരു കോൺസെപ്റ്റിൽ പറയുന്നതാണ്. ഓക്കെ, കാരണം നമുക്ക് വേറെ എമൗണ്ടുകളൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ മൊത്തം 100 ആയിട്ട് എടുത്താൽ അതിനേലും 25% കൂടുതലാണ്. ശതമാനം കൂടുന്നു എന്ന് പറയുമ്പോൾ അതിനോട് കൂടെ കൂട്ടണം എന്ന് നമുക്കറിയാം, കുറയുന്നു എന്ന് പറയുമ്പോൾ അതിനോട് കൂടെ കുറയ്ക്കണം എന്ന് നമുക്കറിയാം അല്ലേ. 125 എഴുതിയോ? അപ്പോൾ 100ഉം 125ഉം നമ്മൾ ജസ്റ്റ് അസ്യൂം ചെയ്യുന്നതാണ് കേട്ടോ, അല്ലാതെ കറക്റ്റ് ഫിഗർ അല്ല കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ ആണോ? ഇനി അടുത്ത കാര്യത്തിനാണ് കുറച്ച് കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യത. നോക്കിക്കേ, ബൈ വാട്ട് പെർസെന്റേജ് ഓഫ് അജയൻ സാലറി ഈസ് സജയൻ സാലറി ലെസ്. അതായത് ഇവർ തമ്മിലുള്ള വ്യത്യാസം ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് അതിന്റെ പെർസെന്റേജും കണ്ടുപിടിക്കണം. എന്താണ്? ആദ്യം ഇവരുടെ എന്താ പറയാ എമൗണ്ടുകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം വ്യത്യാസം ഒന്ന് കണ്ടുപിടിക്കാം, ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഡിഫറൻസ് ഇവർ തമ്മിലുള്ള ശമ്പളത്തിന്റെ വ്യത്യാസം എത്രയാ? 125 മൈനസ് 100 എത്രയാണ്? അവൻ യൂണിഫോം കണ്ടപ്പോൾ ഞാൻ നോക്കിയായിരുന്നു അവന്റെ. അല്ലെ, അവനല്ലേ സാർ? വേറെ ആളാണ്. ഓക്കെ, യെസ്. 125 മൈനസ് 100 25 രൂപയല്ലേ ഇവർ തമ്മിലുള്ള വ്യത്യാസം. 25 രൂപയിൽ ഇവർ തമ്മിലുള്ള വ്യത്യാസം എഴുതിയോ? അതായത് അജയിന്റെ സാലറിയും സജയിന്റെ സാലറിയും തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 25 അല്ലേ? 25 അല്ലേ? ഓക്കെ ആണോ? അത് 25 ആണ്. അതാണ് ഇവിടെ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ബേസ് ആയിട്ട് വരേണ്ടതിൽ നോക്കിക്കേ, ബൈ വാട്ട് പെർസെന്റേജ് ഓഫ് അജയൻ സാലറി. അപ്പൊ ബേസ് ആയിട്ട് വരേണ്ടത് ആരാണ്? അജയന്റെ സാലറിയേക്കാൾ എത്ര ശതമാനം കുറവാണ് സജയന്റെ സാലറി എന്നാണ് ചോദ്യം. കേട്ടോ, മലയാളത്തിൽ കിടക്കുന്നുണ്ടോ? അജയന്റെ ശമ്പളത്തിന്റെ എത്ര ശതമാനം കുറവാണ് സജയന്റെ ശമ്പളം. ഓക്കെ, എന്താ പറയാ, പെർസെന്റേജിൽ ഏറ്റവും കുഴപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണത്. സംഭവം ചെയ്യാനായിട്ട് സിമ്പിളാണ്, പക്ഷെ നമ്മളത് വായിച്ച് മനസ്സിലാക്കി എടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ. ഓക്കെ, ബൈ വാട്ട് പെർസെന്റേജ് ഓഫ് അജയൻ സാലറി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഓഫിന് ശേഷം വരുന്ന ആളായിരിക്കണം. മലയാളത്തിലാണെങ്കിൽ നമുക്ക് എന്താ അജയന്റെ ശമ്പളത്തിന്റെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയംകാർക്ക് ഇച്ചിരി പണി കിട്ടും. വാട്ട് പെർസെന്റേജ് ഓഫിന് ശേഷം വന്നിരിക്കുന്ന ആളെയാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത്. ഓക്കെ, എന്താണ് ഡിനോമിനേറ്ററിൽ കൊടുക്കേണ്ടത് എന്നർത്ഥം. അതായത് ആരെയാണ് അപ്പോൾ ഡിനോമിനേറ്ററിൽ കൊടുക്കുന്നത്? അജയനെയാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ കൊടുക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ? നമുക്ക് നോക്കാം. പെർസെന്റേജ് ഈസ് ഈക്വൽ ടു ഡിനോമിനേറ്ററിൽ ആരെ കൊടുക്കും? അജയൻ സാലറി. ഡിനോമിനേറ്ററിൽ നമ്മൾ അജയന്റെ ശമ്പളമാണ് കൊടുക്കുന്നത്. ആൻഡ് ന്യൂമറേറ്ററിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഡിഫറൻസ്, അവർ തമ്മിലുള്ള ശമ്പളത്തിന്റെ വ്യത്യാസം ഇൻടു 100 കൊടുത്തേ മക്കളെ. എത്ര ശതമാനം കുറവാണെന്നാ പറയുന്നത്? അതായത് അജയനേക്കാൾ സജയൻ എത്ര കുറവാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് എടുക്കണം. അപ്പൊ അജയന്റെ സാലറി ബേസ് ആയിട്ടും കൊടുക്കണം. ഒന്ന് അപ്ലൈ ചെയ്ത് പറഞ്ഞേ. ആരാ പറയാ സാറേ? എല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത്. വൈക ഒന്ന് പറഞ്ഞേടാ. ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് എത്രയാണെന്ന് ഇവര് തമ്മിലുള്ള ശമ്പളത്തിന്റെ വ്യത്യാസം 25. പിന്നെന്താ ഒരു ഡൗട്ട്? എന്താ ഉണ്ണിയായിട്ട് ഡൗട്ട്? താഴത്ത് അജയന്റെ ശമ്പളം എത്രയാ? അജയന്റെ ശമ്പളം 40,000. 125. ഞാൻ പെട്ടെന്ന് 40,000 കണ്ടത്. ഇനി ഒരു കാര്യം കൂടി ചെയ്യണമല്ലോ. വാട്ട് ഈസ് ദാറ്റ്? ഇൻടു 100. ഓക്കെ, ഫൈൻ. 25ഉം 125ഉം 5 വെച്ച് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 25 വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, സ്കൂൾ ബസ് വരും. ടാറ്റ, ബൈ ബൈ. ഓക്കെ, 25ഉം 125ഉം എല്ലാവരും പറഞ്ഞിട്ട് പോകുള്ളൂ കേട്ടോ സാറേ, അല്ലേ? അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, യെസ്. 25ഉം 125ഉം വേണമെങ്കിൽ 25ന്റെ ടേബിളിൽ കട്ട് ചെയ്യാം. ബുദ്ധിമുട്ടാണെന്നുള്ളവർ 5ന്റെ ടേബിളിൽ കട്ട് ചെയ്തോളൂ കേട്ടോ. 5ന്റെ ടേബിളിലാണെങ്കിൽ മുകളിൽ 5 × 5 ആണ് 25. അതിലാർക്കും ഡൗട്ട് ഇല്ലല്ലോ. ഇനി 125 വരുമ്പോഴാണ് കുറച്ച് പ്രശ്നം വരുന്നത് അല്ലേ? 125 വരുമ്പോൾ 10 2 പ്രാവശ്യം, 5 പ്രാവശ്യം. അപ്പോൾ 25 × 5 ആണ് 125 വരേണ്ടത്. 25 × 5 ആണ് 125. ഓക്കെ, യെസ്. അപ്പോൾ 5 കട്ട് ചെയ്ത് കളയുമ്പോൾ മുകളിൽ
5/25 into 100 എന്ന് വരും. 5/25 into 100 എന്ന് വരും. 5/25 എന്ന് പറഞ്ഞാൽ 1/5 into 100. 10/5 കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ ആണ്. 100/5. ആൻസർ ആരാ പറയുന്നേ? ആരാണ്? ആദിഷ്. ആദിഷ് SNV-യിലാണോ? ഓക്കെ, അതെ ആണെന്നല്ലേ പറഞ്ഞേ? അതെ യെസ് യൂണിഫോം എല്ലാവർക്കും സെയിം അല്ലേ? അത് ക്യാമറയുടെ പ്രശ്നമായിരിക്കും. ഓക്കെ, എത്ര കിട്ടി ആദിഷ് ആൻസർ? ചെയ്തില്ലേ? അതെന്താണ്? വേഗം ചെയ്തേ. ആദിഷിന്റെ വീട് എവിടെയാണ് അപ്പോ? ഏഴിക്കര. ഓക്കെ ശരി, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തേ. കുറെ പേര് അയക്കുന്നുണ്ട്. സാർ അടുത്തൊരാളെ വിളിച്ചോളൂ. ഹെലൻ. ഹലോ ചെയ്തോ? എത്ര കിട്ടി? 20%. യെസ്, വെരി ഗുഡ്, മിടുക്കി, സൂപ്പർ, കറക്റ്റ് ആണ്. 20% നമുക്ക് ആൻസർ കിട്ടുന്നത്. 100/5 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ? 20% എന്നാണ് ആൻസർ കിട്ടുക അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? നമ്മൾ എന്താ കറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നു എന്താണ് ക്വസ്റ്റ്യൻ ആദ്യം പറയുന്നത്? അജയന്റെ സാലറി സജയനേക്കാൾ 25% കൂടുതലാണ്. അപ്പോൾ സജയനേക്കാൾ, അപ്പോൾ സജയനാണ് ഇവിടെ എന്തെടുക്കേണ്ടത്? 100 കൊടുക്കേണ്ടത് കേട്ടോ. 100 സജയന് കൊടുക്കാം. അജയൻ അതിനേക്കാളും കൂടുതൽ 25% കൂടുതലാണ്. 125 അജയന് കൊടുക്കാം. എന്നിട്ട് ഇവരുടെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കാം. ബൈ വാട്ട് പെർസെന്റേജ് ഓഫ് അജയൻ സാലറി? താഴത്ത് ഡിനോമിനേറ്ററിൽ വരേണ്ടത് അജയനാണ്. ഓക്കെ, ടാറ്റ ബൈ. ഓക്കെ, അജയന്റെ സാലറി ആണ് താഴത്തെ ഡിനോമിനേറ്ററിൽ വരേണ്ടത്. അത് അജയന്റെ സാലറിയേക്കാൾ എത്ര കുറവാണ് സജയന്റെ സാലറി എന്നാ ചോദ്യം അല്ലെ? അപ്പൊ ആദ്യം തന്നെ ഇവരുടെ ഡിഫറൻസ് എടുക്കണം, വ്യത്യാസം. 125ഉം 100ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് മക്കളെ? 25 ആണ് വ്യത്യാസം വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പെർസെന്റേജ് കണ്ടുപിടിക്കുമ്പോൾ മുകളിൽ വ്യത്യാസം കൊടുക്കുക, താഴത്ത് അജയന്റെ സാലറിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അജയന്റെ സാലറി കൊടുത്തു, ഡിഫറൻസ് എഴുതി into 100. അപ്പോൾ 25 ആണ് ഡിഫറൻസ്. അജയന്റെ സാലറി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു 125. ആ 125 താഴെ ഇട്ട് കൊടുക്കാം into 100. അപ്പൊ 25/125 എന്ന് പറയുമ്പോൾ നമ്മൾ 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 5/25 എന്ന് കിട്ടും. 5/25 നോക്കി, 5 into 5 ആണ് 25. 25 into 5 ആണ് 125. അങ്ങനെയാണ് ഈ 5ഉം 25ഉം വന്നേ കേട്ടോ. ഓക്കെ, അപ്പൊ 5/25 into 100 ചെയ്തു. 5/25 എന്ന് പറഞ്ഞാൽ 1/5 into 100. 1/5 into 100 എന്ന് പറയുമ്പോൾ 100/5. ദാറ്റ് ഈസ് ഈക്വൽ ടു 20%. ക്ലിയർ ആണോ? ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ കിട്ടേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ഓക്കെ, അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ നമ്മുടെ ഡാറ്റ പിക്ചേഴ്സ് എന്ന് പറയുന്ന രക്ഷപ്പെട്ടു കുറേ പേര്. യെസ്, നാളെ നമ്മുടെ ഡാറ്റ പിക്ചേഴ്സ് എന്ന് പറയുന്ന അവസാനത്തെ ചാപ്റ്റർ ആയിരിക്കും. നമ്മുടെ നാളെ മിക്കവാറും മാത്സ് ക്ലാസ്സും ലാസ്റ്റ് ക്ലാസ് കൂടി ആയിരിക്കും. നമ്മുടെ 7th ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും. ഇത് ചിലപ്പോൾ 8th നമ്മൾ കണ്ടുമുട്ടാം. പിന്നെ ലൈവിനായിരിക്കും കാണുള്ളൂ അല്ലേ? യെസ്, അപ്പൊ നമുക്ക് നാളെ ഫെയർവെൽ ഡേ ആയിട്ട് അമ്പലപ്പുഴയൊക്കെ പാടി സെറ്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണ്? ആണല്ലേ? ഓക്കെ, ഇപ്പോഴാ? നാളെ ഉണ്ടാവില്ല അല്ലേ സാർ? അതാണല്ലേ പറയുന്നത്. സാർ ഞാൻ സെപ്പറേറ്റ് പാടിത്തരാം, സമയം പോയി. ഓക്കെ, അപ്പോൾ സാറ് പറയണം ഇപ്പൊ തന്നെ പാടിയിട്ട് വരും. സാറ് നാളെ ഉണ്ടാവില്ല, അതാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയാൻ വന്നത്? നാളെ മോർണിംഗ് ആണോ ഈവനിങ് ആണോ എന്നുള്ളത് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യും. മിക്കവാറും ഈവനിങ് ആയിരിക്കും. ഓക്കെ, 7:30 വരെ ക്ലാസ് ആയിരിക്കും. 7:30ക്ക് ശേഷം എന്താണ് നമ്മുടെ മീറ്റിംഗ് ആയിരിക്കും കേട്ടോ, പാരന്റ്സ് മീറ്റിംഗ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും പാരന്റ്സിനോടൊക്കെ പറയാം. ആരെങ്കിലും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ 7:30ക്ക് പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ആ ടൈമിൽ അവൈലബിൾ ആവാൻ പറയാം. എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ ഒന്ന് നേരത്തെ പറഞ്ഞു വയ്ക്കാം കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉള്ളവർ സ്റ്റേ ബാക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ടാറ്റ.